Tobacco use leads to cancer, heart attacks, lung disorders, and other deadly diseases. The characters shown in this film or program do not support the use of any type of tobacco products such as bidi, cigarettes, kani, zarda, etc., or their promotion in any manner. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലോ? പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുകവലി നിങ്ങൾക്ക് ദോഷകരമാണ്. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. ഇത് എല്ലൈപ്പട്ടി ഗ്രാമം. പ്രത്യേകതകളൊന്നും അവകാശപ്പെടാനില്ലാത്ത കേരള അതിർത്തിയിലുള്ള ഒരു തമിഴ് ഗ്രാമം. എല്ലൈ എന്നാൽ തമിഴിൽ അതിർത്തി എന്നാണ് അർത്ഥം. അതെന്തുമാകട്ടെ, എല്ലയിലുള്ള ഗ്രാമമായതുകൊണ്ടാണ് ഈ പേര് വന്നതെന്നും അതല്ല അതിരുകളില്ലാത്ത ഗ്രാമം അഥവാ എല്ലയില്ലാ പട്ടി ലോപിച്ച് എല്ലൈപ്പട്ടി ആയതാണെന്നും ഇവിടെ ചരിത്രം 2 ട്രാക്കിൽ. അതെന്തായാലും നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം എല്ലൈപ്പട്ടിക്ക് ഒരു അതിരുണ്ട്. അതാണ് ഈ സായിപ്പ് ബംഗ്ലാവ്. 947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യവും എല്ലൈപ്പട്ടിക്ക് ഈ ബംഗ്ലാവും കൊടുത്തിട്ട് സായിപ്പ് കപ്പൽ കയറി. കാലം എത്ര കഴിഞ്ഞപ്പോൾ പല കൈമറിഞ്ഞ് ഇപ്പോൾ ഈ പഴയ കൊട്ടാരത്തിൻ്റെ അവകാശി മലയാളിയായ നരേന്ദ്രവർമ്മയായി മാറി. പ്രവാസിയായ വർമ്മ ബിസിനസ് തിരക്കുകളുമായി മിക്കവാറും പുറം രാജ്യങ്ങളിലാവും. ഭാര്യ മരിച്ചതിന് ശേഷം 3 പെൺമക്കളെയും കൂട്ടി വർമാജി വിദേശത്തേക്ക് കുടിയേറി. ഇപ്പോൾ ഇവിടെ താമസം തോട്ടക്കാരിയും നോട്ടക്കാരിയും വർമ്മയുടെ ആശ്രിതയുമായ തമിഴത്തി പേച്ചിയമ്മയും മകൻ പാവാടയുമാണ്. பால் எடுத்துக்கிட்டா என்னை சேர்த்துவீங்களா? பால் எடுத்து கொடுத்தா உன்னைய சேர்த்துக்கிறோம்.
ഡാർലിംഗ്, സിനിമയിലേക്ക് ആളെ ആവശ്യമുണ്ട്. ഒന്ന് ചോദിച്ചാലോ? ടൂ ലേറ്റ്. ഇത് ഞാൻ ഇന്നലെ അറിഞ്ഞു. റെഡി ആയിക്കൊണ്ടിരിക്കാൻ. ഓഹോ, ശരി, ഞാനിപ്പോ എത്താം. റെഡിയായോ? യെസ് ഡാർലിംഗ്. സാരിയോ? ലോക്കൽ ലുക്ക. എന്നെ നോക്ക്, ഇന്റർനാഷണൽ. ചെറുക്കന്മാരോടൊപ്പം കണ്ട വരുത്തന്മാർ അങ്ങനെ സിനിമയിൽ അഭിനയിക്കണ്ട. അയ്യോ അമ്മേ, രക്ഷിക്കണേ. ഓൾഡ് ബോഡി, ടോട്ടൽ ഡാമേജ്. അയ്യോ, ഒന്ന് എഴുന്നേക്കാൻ പോലും വയ്യ. ഡ്രാക്കുളയാണത്രേ, ഡ്രാക്കുള. സാർ, ഒരു ചാൻസ്. ചാൻസോ? നിങ്ങൾക്കോ? ഞങ്ങള് നന്നായിട്ട് അഭിനയിക്കും സർ. അയ്യോ, നിങ്ങളാരും സിനിമയിലില്ല. ഒന്ന് പോയി താടേ, ഒന്ന് പോയി താ. പോയി 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 പോയി. നീ ഈ ബംഗ്ലാവിൽ തന്നെയല്ലേ ഷൂട്ട് ചെയ്യുന്നത്? നിന്നെ കണ്ടോളാം. അവനൊരു ഡയറക്ടർ വന്നിരിക്കുന്നു. കാണുന്ന 300 ഏക്കറും ബംഗ്ലാവും നോക്കാൻ ആളില്ലാതെ കിടക്കാൻ തുടങ്ങിയിട്ട് 20 വർഷത്തിന് മേലെയായി. ആകെ ഉണ്ടായിരുന്ന തോട്ടക്കാരി പേച്ചിയമ്മ ആരുടെ കൂടെ പോയതെന്ന് അറിയില്ല. അവരുടെ മകൻ ബുദ്ധിസ്ഥിരതയില്ലാതെ ഇപ്പോഴും ഇവിടെയൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ട്. മറ്റൊരു പയ്യൻ പട്ടണത്തിൽ എവിടെയാണെന്ന് തള്ള പറഞ്ഞ അറിവേ ഉള്ളൂ. ഇനി ഇത് നോക്കി നടത്താൻ ആരെയും ഏൽപ്പിക്കണ്ട എന്ന് തീരുമാനിച്ച് തന്നെയാണ് വിൽക്കാമെന്ന് കരുതിയത്. പക്ഷേ അണ്ണാച്ചി പറഞ്ഞ വില ശരിയാവില്ല. சென்னையில விளம்பரம் பார்த்து நான் இங்க வந்ததே என் பார்ட்டிக்கு உங்க ப்ராப்பர்ட்டியில விருப்பம் இருந்ததுனால. ஆனா இந்த பூமிக்கு நீங்க சொல்ற விலை ஒன்றும் இல்லைங்க. அதெல்லாம் பெரிய இடத்துல கிடைக்குங்க, பெரிய டூரிஸ்ட் ஏரியாவில். இந்த പട്ടിക്കാട്ടില് എപ്പിടിങ്ക? അണ്ണാച്ചി, ഇത് വിറ്റ് ജീവിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. എങ്കിലും വിലയൊന്നും ന്യായമാവണ്ടേ? நான் வந்து புரோக்கருங்க. என் பார்ட்டி சொல்ற கடைசி விலை 25 கோடி. அதுக்கு மேல நான் என்னத்த சொல்றது? வேற பார்ட்டியை தேடி கண்டுபிடிக்கணும்னா உங்களுக்கு ஒரே மாதத்துல வித்தே ஆகணும். ஒத்த கால நிக்கிறீங்க. അത് ശരിയാ, പക്ഷെ 40-ൽ കുറഞ്ഞാൽ ശരിയാവില്ല. உங்க விருப்பங்க. அதுக்கு மேல நான் என்னத்த சொல்றது? டேய், வண்டி எடுறா. சார், வியாபாரம் தெரிஞ்சதுனால சொல்றேன். இந்த ப்ராப்பர்ட்டிக்கு 25 கோடிக்கு மேல கிடைக்காது. அதனால யோசிச்சு நல்ல முடிவா சொல்லுங்க. நீங்க ஓகே சொன்னா எக்ரிமெண்ட்டும் கிடையாது, அட்வான்ஸும் கிடையாது. ஃபுல் செட்டில்மெண்ட், ஹாட் கேஷ். சரிங்க, வரேன்.
என்ன அண்ணாச்சி சேட்டன் பிசினஸ் கோவிந்தாவா? கோவிந்தாவா? இதாண்டா டீலு. அந்த டுபாக்கூர் பங்களாவுக்கு எந்த பயலும் இதுக்கு மேல வேலை சொல்ல மாட்டான். இந்த ஏரியாவில் இந்த பெருமாள் தெரியாம ஒரு டீலு நடக்காது. அது இல்ல, பார்ட்டி சொன்ன கடைசி ரேட்டு சொல்லியாச்சு. இனிமே அந்த ஆளோட விருப்பம். இந்த டீல் நடந்தா எனக்கு எவ்வளவு கிடைக்கும்னு தெரியுமாடா? எவ்வளவு அண்ணாச்சி? 2%. அப்படின்னா 50 லட்சம். 50 lakhs. டேய் பொறம்போக்கு, சாகிறதுக்கு ஏமாண்டி தான கிடைச்சது? ஏய் யார் தெரியுமாடா நானு? எல்லப்பட்டு ஊர் தலைவன். ஏய் அடங்கு தூ. ஏய் ஏன் மேல கை வைக்க சொட்ட. ஏய் ஏய் காலங்காத்தால தண்ணி கொண்டு வந்திருக்க. விடுடா வண்டி. 50 லட்சம் கிடைச்சா என்ன மறந்துடாதீங்க அண்ணாச்சி. டேய் பாண்டி, நீ என்ன பத்தி அப்படியே நினைச்சிருக்க? இந்த பெருமாள் கூட நிக்கிறவரை மறக்கவே மாட்டான். அது இல்ல. டவுட்டா? பாரு, எனக்கு 50 கிடைச்சா உனக்கு 2. 2? 2 குவார்டர். ഇത് അലക്സ്. வெங்கட் கிருஷ்ணன். ശിവപാണ്ഡി. നഗരത്തിലെ അറിയപ്പെടുന്ന എഞ്ചിനീയറിംഗ് കോളേജിലെ സ്റ്റുഡൻസ്. ഇവരുടെ കൂട്ടത്തിൽ ഇനി 2 പേർ കൂടിയുണ്ട്. അവരെ നമുക്ക് വഴിയെ പരിചയപ്പെടാം. നിങ്ങൾ കരുതും പോലെ ഇത് ഇവന്മാരുടെ അപ്പം ചത്തുപോയതിൻ്റെ ആഘോഷമൊന്നുമല്ല. ഇവര് A to Zന്റെ MD-മാരാണ്. പഠനത്തോടൊപ്പം പണം കണ്ടെത്താനുള്ള ഇവരുടെ ഒരു മാർഗമാണ് A to Z ഇവന്റ് മാനേജ്മെന്റ്. ഇക്കാലത്ത് പഠിക്കുന്ന പിള്ളേർക്ക് എന്തൊക്കെ ചെലവുകളാണ്. No Facebook, no Facebook. Okay, no Facebook. Yeah, okay. മാട്ടുപൊങ്കലോ ഒരു പാട്ടിൻ മഞ്ചലോ, ആ മാട്ടുപൊങ്കലോ പാട്ടിൻ മഞ്ചലോ, കരളിൽ തുള്ളിത്തൂവും മഞ്ഞിൽ തുള്ളിയോ, കളിച്ചിരി ചൊല്ലും തുമ്പി പെണ്ണിൻ ചന്തമോ, ആടി പാടി കൂടാ ചന്ദ്രനെ ആട്ടക്കാരി പെണ്ണിൻ ചിഞ്ചിലവും. പാട്ടുപൊങ്കലോ ഒരു പാട്ടിൻ മഞ്ചലോ.
കുരുന്നേ മിഴിയിൽ കിളിങ്ങേ നിറയും മധുരമെന്നും. ഓ ഇവിടെ ഇനി നാം തകിലടിത്താളം ഇടറിൽ ഒരിക്കലും വെറുതെ ഇടനെഞ്ചലിയും കതിരണിപ്പാടം ഇരുളിൽ ഒരിക്കലും കരളെ. അതപ്പു താളപ്പാട്ടുമൊത്തു കുത്തുവിളക്കൊന്നൊരുക്കി താലമേന്തി കാത്തു നിന്നുവോ. ഓ മുന്നുടമാൾ കയ്യിലേന്തി ചാന്തു ചന്ദനങ്ങൾ പൂശി പൊന്നലുക്കുമേന്തി വന്നുവോ. ആടിപ്പാടിക്കൂടാം ചന്ദ്രനെ ആട്ടക്കാരി പെണ്ണിൻ ചിഞ്ചിലവും പാട്ടുപൊങ്കലോ ഒരു പാട്ടിൻ മഞ്ചലോ. പകലിൻ മലരെ കനവിൽ നിറഞ്ഞേ പുലരും പ്രണയമെന്നും. ഓ ഒരു മൈലിനി നാം പടയണി മേളം ഒരുമിച്ചൊഴുകുക പുഴയായി പൊരുളിനുടയോൻ കനിയണ നേരം പിരിയിൽ ഒരിക്കലും കളിയായി. ഓ ബന്ധയിലിൻ പൊന്നൊരുക്കി മന്ദിരം പണിഞ്ഞൊരുക്കി പള്ളി മഞ്ചമേറി വന്നുവോ. ആ രംഗനൂലിൻ പട്ടൊരുക്കി കുങ്കുമക്കളം വരച്ച് ചാമരങ്ങൾ വീശി നിന്നുവോ. ആടിപ്പാടിക്കൂടാം ചന്ദ്രനെ ആട്ടക്കാരി പെണ്ണിൻ ചിഞ്ചിലവും. அவருக்கு 40 கோடி வேணுமா? நான் 25 கோடின்னு ஒரே விலையா சொல்லிட்டேன். வெளியே வந்து விசாரிச்சப்பதான் ஒரு விஷயம் தெரிஞ்சது. அந்த ஆளோட பிசினஸ் எல்லாம் ஃபெயிலாம். அதனால பசங்க கூட அமெரிக்கா போய் செட்டில் பண்ண முடிவு பண்ணிட்டாரு. அந்த பங்களா வித்தாதான் அந்த ஆளோட பிரச்சனைக்கெல்லாம் முடிவு கட்ட முடியும். നിന്നെ പോലത്തെ പല എണ്ണത്തിനെ കണ്ടിട്ടുള്ളവളാടാ ഞാൻ. എന്റെ അടുത്ത് അവന്റെ കളി. ഒരു നേരമായിട്ട് നീ ഞങ്ങളുടെ പുറകെ നടക്കുന്നു. എന്തുവാടാ നിനക്ക് വേണ്ടേ? പെമ്പിള്ളരെ കാണുമ്പോ അവന് ഷോയും വായ്നോട്ടവും. എന്തുവാടാ നിനക്ക്? ഇത് നീതു. ആൾക്കാർക്ക് നോക്കുന്നു. വിടാൻ. ഇത് ശാന്തി. ഇവരാണ് വഴിയെ പരിചയപ്പെടാമെന്ന് പറഞ്ഞ രണ്ടുപേർ. ഇവര് നേരത്തെ പരിചയപ്പെട്ടവന്മാരുടെ ആത്മാർത്ഥ സുഹൃത്തുക്കളാണെങ്കിലും A-to-Zന്റെ MDമാരല്ല. കാരണം ഇവർക്ക് ബുദ്ധിയുണ്ട്. പക്ഷെ ഒരു പ്രശ്നം വന്ന 5 പേര് ഒന്നാണ്. നീ വിചാരിക്കുന്ന പോലെ നല്ല കുഴപ്പക്കാരനാ. ദിവസം ഇവൻ എന്റെ പുറകെ നടക്കുന്നു. അടിച്ച് കാരണം പഠിക്കേണ്ട സമയം കഴിഞ്ഞു. നാണം കേട്ടവൻ. ചുമ്മാ പുറകെ നടന്ന പ്രശ്നം ഉണ്ടാക്ക. നിങ്ങൾ വീട്ടിൽ പോക്കോ, ഇത് ഞങ്ങൾ നോക്കോളാം. എന്താടാ മേഘനാഥൻ. നിന്റെ സമയമൊന്നും അത്ര ശരിയൊന്നല്ലോ. വാടാ 100 രൂപയുടെ വാച്ച്. ഏഴുമല പൂഞ്ചോല മാമയ്ക്ക് മണിമാല ഇവറ്റകൾക്ക് വീട് വാടകയ്ക്ക് കൊടുക്കാൻ തോന്നിയത് ഏത് നേരത്താണാവോ? ശാന്തി, ശാന്തി, ഒന്നിങ്ങ് വന്നേ.
പുത്തൻ മാറ്റുമേള. എന്താ മാമി? കൊഞ്ചടി എന്താ മാമി? കൊഞ്ചടി കേൾക്കുന്നില്ലേ നീ? കൊഞ്ചടി തണുപ്പ്. നോക്ക് ശാന്തി, നീ എന്റെ ബന്ധുവാണ്, സമ്മതിച്ചു. ഇവള് നിന്റെ ക്ലാസ്മേറ്റ് ആണ്, ഫ്രണ്ട് ആണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവൾ ഇവിടെ താമസിപ്പിച്ചു. നോക്കണ്ട, നല്ല കുട്ടികളാണ്, കൃത്യമായിട്ട് വാടക തരുമ്പോ ഇവള് പറഞ്ഞിട്ടാ അവന്മാർക്ക് ഞാൻ വീട് വാടകയ്ക്ക് കൊടുത്തത്. കൊഞ്ചടി 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 കേട്ടില്ലേ? കാറ്റുമുത്ത്. ചെവിക്ക് ഒരു സ്വൈര്യം തരുന്നില്ല, വാടകയോ കൃത്യമായിട്ടില്ല. ഇന്നലത്തെ മനസ്സമാധാനം തന്നൂടെ ഇവർക്ക്. പൂഞ്ചോല. ദേ, ഇങ്ങനെയായാ ശരിയാവില്ല. താമസിക്കാനേ വേറെ ഇടം നോക്കാൻ പറഞ്ഞേക്ക്. മാറ്. രാവിലെ തന്നെ പേയ്മല പൂഞ്ചോല. ഓന്റെ ഒടുക്കത്തെ ഒരു കച്ചേരി ശരിക്ക് കൊടുക്കാം. ഏഴുമല പൂഞ്ചോല. ഇങ്ങനെ വായി നോക്കി നിൽക്കാതെ പോയി പറയടാ. നീ പോടി. ഹോയ്, ഹോയ്, ഹോയ്. പുത്തൻ മാറ്റുമേള. ഒരു തോർത്തെടുത്ത് കുളിക്കടാ, അല്ലെങ്കിൽ വാതിൽ കുറ്റിയിട്. ഇനി നീ വാ തുറന്ന സോപ്പ് കുത്തിക്കേറ്റു ഞാൻ. ഉഫ്, നാണം കിട്ടവ. ഇങ്ങനെയുണ്ടോ? അതെ, വാട കൊടുക്കാത്തതിന്റെ പേരിൽ മാമി എവിടെ ഇരുത്തി പൊറപ്പിക്കുന്നില്ല. അപ്പോഴാ അവന്റെ ഒരു പാട്ട്. എത്ര മാസത്തെ വാട കൊടുക്കാണ്ടെന്നറിയോ? അത് 3 മാസം വാടാ. 3 മാസോ? പുറം പോയി. എന്താ മോളെ പ്രശ്നം? ഇവിടെ വാട ഈ മാസത്തേതടക്കം 4 മാസത്തെ വാട കൊടുക്കാനുണ്ട്. കഴിഞ്ഞ മാസം ഞങ്ങൾ അടയ്ക്കേണ്ട വാട കൂടി നിന്റെ കണ്ണാക്കി തള്ളിയില്ലേ? സെമസ്റ്റർ ഫീസ് എത്ര അടയ്ക്കാനുള്ളതെന്നറിയോ? നിനക്കറിയോ? എക്സാം അടുത്തെത്തി, ഞങ്ങളുടെ എക്സാം ഫീ നിന്റെയൊക്കെ കയ്യില. അതെങ്കിലും ഒന്ന് അടയ്ക്കോ? അവന്റെ ഒരു A to Z. അതെങ്ങനെയാ മേലനങ്ങാതെ കാശുണ്ടാക്കാൻ റിസർച്ച് എടുത്തല്ലേ ഉടമ്പോലിക്ക് தான் வேலை செய்றோம், ஆனா பணம் தான் கிடைக்கல. എന്താടാ അവിടെ അപ്പുറത്ത് ആരാണ് നടക്കുന്ന കണ്ട്? ആര് അറിയില്ല. പ്രേതായിരിക്കും. பிரேதமா? ആ പ്രേതം. പ്രേതന്നാ? പേയ്, പേയ്. ഇതുപോലെ இங்க வரைக்கும் வரணும்னா 2 பிரேதம் தான். ஒன்னு இந்த அவளோட மாமி, இன்னொன்னு அந்த வெட்டிக்கார பெருமாள். ஆமாண்டா, பேய்தான். பணம் வாங்கும் போது பெருமாள் சாமி, திருப்பி கேட்டா பேய். நல்லா இருக்குடா. கொட்ரா, முதலும் வட்டியும் சேர்த்து 1.25 மொத்தமா கொடு. அது வந்து அண்ணாச்சி இல்ல பணம் இல்ல. போன மாதம் நீதானம்மா சொன்ன, நீதான் கேரண்டின்னு. இப்ப முதலும் இல்ல, வட்டியும் இல்ல. അണ്ണാച്ചി കുറച്ചുകൂടി സമയം കൊടുത്തൂടെ? எவ்வளோ? 1 நாளா 2 நாளா? இவங்க கொடுக்க மாட்டாங்க. காசு கொடுக்க தெரியும்னா எப்படி திருப்பி வாங்கணும்னு பெருமாளுக்கு தெரியும். காலேஜ் பசங்களாச்சே ஃபீஸ் கட்ட கூட கஷ்டப்படுறாங்கன்னு நினைச்சா അതൊക്കെ അടച്ചായിരുന്നു. அங்க அடைச்சு எனக்கு അണ്ണാച്ചിക്ക് വിശക്കുണ്ടെന്നാണ്. என்ன என்ன അല്ല, കുടിക്കാൻ കോഫിയോ ജ്യൂസോ എന്തെങ്കിലും വേണമെങ്കിൽ. അണ്ണാച്ചി പ്ലീസ്, അണ്ണാച്ചി കുറച്ചുകൂടെ സമയം താ. எவ்வளோ எவ்வளோ டைம்? இப்போவும் நீதானே கேரண்டி. ஒரு வாரம் டைம். എങ്ങനെ കൊടുക്കോടാ നീ ഒരാഴ്ചക്കകത്ത്? അതിന് ഇവളല്ലേ ഗ്യാരണ്ടി. അതെ, ഈ മാല മാർവാടിയുടെ ലോക്കറിൽ നിന്ന് ഹിന്ദി പഠിച്ചിട്ട്
നീ ഒന്നും അങ്ങനെ ഇപ്പൊ പലിശ കൊടുക്കണ്ട. ചേട്ടാ ദേ, ഇത്ര അല്ല ഇത്ര മതി, ഇത്ര മുറിച്ച. ആ ശരി. ശിവ ഒരുപാട് മുറിച്ചെടുക്കൂടാ. എന്താണ്ടാ ഓരോ പ്രാവശ്യം ഇത്ര മുറിച്ച് മാല ഇപ്പൊ ഇത്രയായി. അമ്മ അറിയോന്ന എന്റെ പേടി. ഓ പിന്നെ 1 മീറ്റർ ഉണ്ടായിരുന്ന മാല ഇപ്പൊ 1 മുഴായി. ഇതുവരെ നിന്റെ മമ്മി കണ്ടുപിടിച്ചിട്ടില്ലല്ലോ. ഒന്ന് போடா. ஏய் ஃபர்ஸ்ட் உன் செயின் இவ்வளவு பெருசா இருந்துச்சு, ஆனா நீது மனசுல நீ இவ்வளவுதான் இருந்த. இப்போ உன் செயின் இவ்வளவுதான் இருக்கு, ஆனா நீது மனசுல இவ்வளவு பெருசா இருக்கல்ல. അത് ശരിയാ. 2 ദിവസം മുമ്പ് കോളേജ് ഗേറ്റിന്റെ അടുത്ത് നിൽക്കുമ്പോഴേ നീതു എന്നെ 2 പ്രാവശ്യം തിരിച്ചു നോക്കി. ഡെവലപ്പായിട്ട് പറ. മാല പിടി. പിന്നെ അളിയാ കാര്യമൊക്കെ ശരി തന്നെ. അവള് പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. കോളേജിന് മുമ്പിൽ കിടന്ന് കറങ്ങാൻ പാടില്ല, മൊബൈലിൽ കോള് വിളിക്കാൻ പാടില്ല. പിന്നെ നീ ഇതേപോലെ തന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ അവളുടെ കോഴ്സ് കഴിഞ്ഞ് അവള് വീട്ടിൽ പോകുമ്പോ പിന്നെ നിങ്ങൾ തമ്മിലുള്ള പ്രേമം അവള് ചെന്ന് വീട്ടിൽ പറയും. പിന്നെ എന്താണ് അളിയാ? എടാ നിങ്ങളുടെ പ്രേമം വളരുന്തോറും ഈ ചെയിൻ ചെറുതായി ഒരു റിംഗായി മാറും. റിംഗാ? നിങ്ങളുടെ വെഡിങ് റിംഗ്. നീ അടിപൊളിയാളാ. മച്ചാ എന്താടാ പണി പാളി മച്ചാ. ഇത് നോക്ക്. ക്യാപ്ഷൻ സൂപ്പർഡാ. മങ്കി ഡാൻസ് ഓൺ ഡെത്ത്. കാലക്കീടാ ഒരൊറ്റ ഡാൻസ് കൊണ്ട് ഫേമസ് ആയില്ലേ? നീ എന്താ ആളെ കളിയാക്കുന്നു? ഞാൻ അപ്പോഴേ ആ സാഹിബിനടുത്ത് പറഞ്ഞതാ നോ ഫേസ്ബുക്ക് എന്ന്. ഇപ്പൊ എന്തായി? ஃபேஸ்புக்ல தானே போட வேணாம்னு சொன்னேன், அதான் அவன் யூடியூப்ல போட்டிருக்கான். பாவம் அவனை ஏன்டா திட்டுற? അത് പോയിന്റ്. സത്യം പറവട്ടെ, നീ തന്നെയല്ലേ ഇത് പോസ്റ്റ് ചെയ്തേ? എനിക്കെന്തടി തലക്ക് വട്ടോ? സാഹിബിന് എങ്ങനെ നിന്റെ പേര് മനസ്സിലായി? അയാൾക്കെന്താ കണ്ണില്ല? കണ്ണല്ല. സോറി. ആർക്ക് കണ്ണില്ലെന്ന്? ആ വെങ്കി, നീ സൂപ്പർ ആയിട്ട് ഡാൻസ് കളിക്കുന്നുണ്ടല്ലോടാ. വെരി ഗുഡ്. അല്ല ശിവ, നിങ്ങൾ എന്തോ പ്രോഗ്രാം നടത്തുന്ന കമ്പനി തുടങ്ങിയിട്ടില്ലേ? ആമാ മാമി. ഒരു കാര്യം ചെയ്യാം, നമ്മുടെ കോളനിയിലെ വിമൻസ് അസോസിയേഷൻ പ്രോഗ്രാം അത് ഫുൾ ആയിട്ട് നിങ്ങൾ ചെയ്തു കൊടുക്കണം. ഓക്കേ മാമി. കൂടെ ഇവന്റെ സ്പെഷ്യൽ ഡാൻസ് പെർഫോമൻസ് വേണം. സൂപ്പർ മാമി, കളിക്കറலாம் വിടുங்க. എന്നാ അഴകടാ. ഓ കണ്ണാ. മിസ്റ്റർ മങ്കി എടാ. ഒരു പാട്ടും മൂളിക്കൂടെ വന്ന കുനു പൂങ്കാറ്റോ, ചിരിചെല്ലക്കൊമ്പിൽ ചാഞ്ഞു നിന്ന കണിപൂമുട്ടോ, ഒരു വർണ്ണക്കൂട്ടിൽ പാറി വന്ന വെൺതൂവൽ കാവോ നീയോ. പലകാതം ചെല്ലാമന്തി വിണ്ണിലെ ചേലാവാ, ഒരു രാഗച്ചിന്തായി പാടാൻ വായോ. മുകിലോരച്ചോട്ടിൽ മഞ്ഞു തുള്ളിയിൽ നീരാടാ, നിറമേഴും കാണാമൊന്നാവാ. ഇനി വർണ്ണ താരങ്ങൾ ഒഴുകും കനവിലെ കതിരു പുളകും ഒരു തെളിമഞ്ഞിൽ പല മോഹം ഒന്നായി കാണുമ്പോ. ഇനി വർണ്ണ താരങ്ങൾ ഒഴുകും കനവിലെ കതിരു പുളകും ഒരു തെളിമഞ്ഞിൽ പല മോഹം ഒന്നായി കാണുമ്പോ. ഒരു ചിന്ന ചെല്ലക്കൊമ്പിൽ മെല്ലെ കൂടൊരുക്കാം, ഒരു വെള്ളി തിങ്കൾ തുമ്പാൽ മെല്ലെ തീരി തെളിക്കാം രാവിൽ. ഒരു പാട്ടും മൂളിക്കൂടെ വന്ന കുനു പൂങ്കാറ്റോ, ചിരിചെല്ലക്കൊമ്പിൽ ചാഞ്ഞു നിന്ന കണിപൂമുത്തോ, ഒരു വർണ്ണക്കൂട്ടിൽ പാറി വന്ന വെൺതൂവൽ കാവോ നീയോ.
ആഘോഷരാവിൽ വൻ തീപിടുത്തം. ആളപായമില്ല. யாரடா சொன்ன அபாயம் இல்லைன்னு? മാമി ഊർവല എത്താറായി. അതാ വരുന്നു വരുന്നു. டேய், கொன்னுடே பாரு. என்ன எப்படி பண்ணிட்டே? அடச்சி அடச்சி போடா டேய். அடச்சி அடச்சி விட்டுங்க அடச்சி அடச்சி சொல்றேன் அடச்சி 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 கால்ல விட விழுகுறான் அடச்சி எப்படியே காசு கொடுத்துறான் அடச்சி விட்டுங்க அடச்சி அடச்சி போடா டேய். அடச்சி எல்லாரும் நோக்கணும். பாக்கட்டும்டா. எல்லாரும் பாக்கட்டும். நேத்துக்கு நீங்க என்ன அசிங்கப்படுத்துறீங்கல்ல, இன்னைக்கு நீங்க அசிங்கப்படுங்க. நேத்துக்கு எனக்கு காசு தராம இருக்கத்தானே என்ன கொடுத்துறீங்க. நாய்க்கள கொடுத்த காசு திருப்பி தர வக்கல்ல உனக்கெல்லாம் മാറും. പോടാ டேய். കണ്ട ഗുണ്ടകളൊക്കെ വീട് കയറി നിരങ്ങാൻ തുടങ്ങി. ദേ എത്രയും പെട്ടെന്ന് ഇവരോടൊക്കെ വീട് ഒഴിഞ്ഞു തരാൻ പറയണം. கடவுளே. டேய், நீங்க கொடுக்க வேண்டிய பணம் மொத்தமா எனக்கு இன்னைக்கே வேணும். അണ്ണാച്ചി ഞങ്ങൾ തരില്ലെന്ന് പറഞ്ഞില്ലല്ലോ. என்னைக்கு? எப்போ? சொல்றா சொல்றானா சொல்றா. അണ്ണാച്ചി 32,000. ബാക്കി പിന്നെ തരാം. கேக்குற மாதிரி கேட்டா பணம் தானா வரும். பாக்கி பணம் அடுத்த தடவை உங்ககிட்ட கேட்க மாட்டேன், அவங்க கிட்ட தான் கரெக்டா வரும். வாங்கடா. നിൽക്ക്. പരീക്ഷയ്ക്ക് കൊടുക്കാനുള്ള ഫീസ് അല്ല നീ എടുത്ത് കൊടുത്തത്? கடவுளே காப்பாத்துங்க. ஓம் விக்னேஸ்வராய நமக. ஓம் கணபதியே நமக. ஓம் கஜானனேய நமக. சுக்லாம்பரதரம் விஷ்ணும் சசிவர்ணம் சதுர்புஜம் பிரசன்னவதனம் தியாயே சர்வ விக்னோபசாந்தயே. பிள்ளையாரப்பா. அப்பா, யாருப்பா அது? சரவணனா? இன்னைக்கு என்ன கிழமை? வெள்ளிக்கிழமை இல்லையா? இந்த ஐயர் ஏதாவது டீல் பண்ணுவாரா? அது வேண்டாம். மகாலட்சுமி நம்ம ஆத்த விட்டு போற விஷயம். அது மட்டும் இல்ல, அந்த எல்லப்பட்டி ப்ராப்பர்ட்டி. அப்படி மகாலட்சுமி நம்ம ஆத்துக்கு வர்ற விஷயம் சொல்லு. 50 சி 50. ஒன்று செய், 40 சொல்லு. கணக்கு பார்த்தா நஷ்டம்தான். ஆனா ஜோசியர் சொன்னபடி தென்மேற்கு திசையில அசுத்தம் தீண்டாத ப்ராப்பர்ட்டி. அது நம்ம கைக்கு வந்துட்டா அப்புறம் மகாலட்சுமி நம்ம ஆத்துல தான். புரிஞ்சுதா? முடிவா 40. வண்டி எடுக்க. சரி போ. Please, please, please. ഏതാണ് ഈ കഷൻ? ഹായ്, ഐ ആം മേത്ത. മേത്ത? ആരുടെ മേത്ത്? അയ്യോ, ആരുടെയും മേത്തല്ല. ഞാൻ പ്രൊഫസർ ഡോക്ടർ മേത്ത, സയൻറ്റിസ്റ്റാണ്. എൻ്റെ വണ്ടി ഒന്ന് ബ്രേക്ക് ഡൗൺ ആയി. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ക്യാൻ യു ഹെൽപ്പ് മീ പ്ലീസ്? ശരി, കേറിക്കോ. താങ്ക് യു. ജസ്റ്റ് എ മിനിറ്റ്. കുപ്പിയാ? വെള്ളമടിക്കാൻ പറ്റിയ സ്ഥലം. സർ, സൂക്ഷിച്ച്. Come. Oh God.
കുഴപ്പമൊന്നുമില്ലല്ലേ? സോഡ ഓർ വാട്ടർ? സോഡ. സോഡ. അല്ല, വെള്ളമായാലും മതി. ഗുഡ്. ഓക്കെ കം ഓൺ ടേക്ക് ഇറ്റ്. சார் லைஃப்ல ஃபர்ஸ்ட் டைம் ഒരു സയന്റിസ്റ്റോട് சேர்ந்து സാറൊക്കെ അടിക്കണോ സാർ? അപ്പടിയാ? അതെ അതെ, എത്ര പേരുടെ കൂടെ നമ്മൾ കള്ളുപിടിച്ചെന്ന് അറിയാം സാർ. പക്ഷെ ഒരു സയന്റിസ്റ്റിന്റെ കൂടെ ഇത് ആദ്യമായിട്ടാണ്. യു ആർ റിയലി ഗ്രേറ്റ് സർ. നല്ല സൗഹൃദങ്ങൾ എനിക്ക് എന്നും ഒരു വീക്ക്നെസ് ആണ്. അതെ, എനിക്കും. സാറിന്റെ ഫാമിലിയൊക്കെ? ക്രിസ്റ്റീന മേത്ത, മൈ ഡാർലിംഗ്, അവള് പോയി. പാവോടാ സാറ്. ഞാനൊരു പരീക്ഷണം നടത്തിയതാ. അവൾ അവളുടെ വീട്ടിൽ പോയി. പൂവർ ഗേൾ. ഇനി മറ്റൊരു വലിയ പരീക്ഷണം നടത്തണം, അവളെ തിരികെ വരുത്താം. വേണം വേണം. അതിന് നിങ്ങൾ എന്നെ സഹായിക്കണം പ്ലീസ്. എങ്ങനെ? ഐ വാണ്ട് എ സ്കെലറ്റൻ. അസ്ഥി കൂടോ? യെസ്, മനുഷ്യന്റെ എ റിയൽ ഹ്യൂമൻ സ്കെലറ്റൻ. സാർ നിജമാവാ? ഓഫ് കോഴ്സ്, നിജം. 5,000 rupees. Come on. முடியாது சார். அப்படியா? Another 5,000 rupees. Come on. சார் இப்போ முடியாது சார். My darling, എല്ലാം നിനക്ക് വേണ്ടി. ₹50,000. നടക്കും സാർ. Well done. പന്നി വളിവിടാൻ കണ്ട നേരം. എടാ, ഇതിനകത്ത് ശവമൊക്കെ എണീറ്റ് ഓടുകൂടാ. ഒന്ന് എണീച്ച് പോടാ. എനിക്ക് മുട്ടി, ഞാൻ വിട്ടു. അഴിപ്പെന്താണ്? ഹലോ ഹലോ, KNK ഓട്ടോമൊബൈൽസ് പ്രൊപ്പറേറ്റർ മനോഹരൻ സ്പീക്കിംഗ്. നിനക്കൊന്നും ഉറക്കമില്ലേ? എവിടെയാ? വെളുപ്പങ്കാലത്ത് 4 മണിക്ക് വിളിച്ചിട്ട് ഉറങ്ങിയോന്ന്? കാര്യം പറയടാ അങ്ങോട്ട്. ശാന്തിയുടെ സെമസ്റ്റർ ഫീസ് എത്രയാടി? ഒരു 32,000. 32,000 രൂപ. പിന്നെ മാമിയുടെ വാടക. മാമിയുടെ വാടകയും ശാന്തിയുടെ സെമസ്റ്റർ ഫീസുമായി ഞങ്ങൾ രാവിലെ അങ്ങെത്തും. ഓക്കെ? സത്യോടി, നീ മാമിയെ വിളിച്ചുണർത്ത് കാര്യം പറയടി. ശാന്തി, ശാന്തി, എഴുന്നേക്ക്. ഇന്ന് മാമിയുടെ അഹങ്കാരം തീർത്തു കൊടുക്കണം. വാടി ഇങ്ങോട്ട്. മാമി, മാമി, വാതിൽ തുറക്ക്. ഗുഡ് മോർണിംഗ്. എന്താ? അതെ, ഞങ്ങൾ തരാനുള്ള കാശ് ഇന്ന് തരും. എന്തേ, മനസ്സിലായില്ലേ? വാടക ഇനത്തിൽ നിങ്ങൾക്ക് തരാനുള്ള ബാക്കി കാശ് ഇന്ന് തന്ന് തീർക്കും. വടി. എടാ, പണ്ടാരം കൂവി നാട്ടുകാരെ കൂടുന്നതിനും അയാളുടെ വായിൽ എന്തെങ്കിലും കുത്തിത്തിരി കൊടുക്ക്. நீ தானே சொன்ன சரக்கு வாங்கி கொடுத்து அப்படியே தோண்டி புடிங்கிடுவாண்ணே. ഓടാ, ഫിറ്റായി പോയിട്ടല്ലേ? ഫിറ്റ്? നീ പോയി അയാളുടെ വായടച്ച. யாராங்க சுடுகாட்டுல?
எல்லைப்பட்டி ப்ராப்பர்ட்டி, அந்த ஐயர் அந்த ப்ராப்பர்ட்டிக்கு 40 கோடி சொல்லியிருக்காரு. இது நடக்கிறதுக்கு വായ്പ இருக்கு. അയ്യരോ അയ്യങ്കാരോ ഏത് ദേവേന്ദ്രം എന്ന് വിലയിട്ടാലും ആർക്കെ ആഗ്രഹിച്ചത് സ്വന്തമാക്കിയിരിക്കും. വണ്ടി നിർത്ത്. வாங்கடா. வணக்கம் சார். என்ன ப்ராப்ளம் சார்? ஒரு 4 காலேஜ் பசங்க தண்ணி போட்டு தகராறு பண்ணிட்டு இருக்காங்க சார். ஓ, என்னடா? அந்த பெரிய மனுஷன் சொன்னதுனால விடுறேன். போங்கடா போங்கடா போங்கங்கிறேன்ல, போங்க. ஏய் நில்லு. என்னது இது? நடங்கடா, போங்கடா. உழைச்சு போடுவேன் நானு. டேய் போங்கடா. சார் சார் சார், தப்பிச்சது பெரிய விஷயம். போங்கடா. ஆளுங்களே அவனுங்களையும் பாரு வந்துட்டானுங்க. டேய் இங்க வா. சார், நீ வெட்டி இருந்தா இங்க. ஆமா சார். சார், நான் எந்த தப்பு பண்ணல சார். நான் குழந்தை குட்டிக்காரன் சார். என்ன மன்னிச்சிருங்க சார். இனிமேல் வெட்டிய வேலைனா வெட்டிய வேலை மட்டும் பார்க்கணும். சரி சார். ஏதாவது ஒண்ணுனா தொலைச்சு போடுவேன் உன்னை. சரி சார். போயா. நீ என்னடா என்ன போடுறது? இப்ப நான் போறேன் பாருடா. டேய், நீ என்னைக்குனா ஒரு நாளைக்கு இங்க வருவ. அன்னைக்கு உன்னை வச்சுக்கிண்டா. என்ன யாருன்னு தெரியாது உனக்கு. போடா போ. சின்ன பசங்களை ஏமாத்துற. வாடா, ஒரு நாளைக்கு வருவில்ல, அன்னைக்கு வச்சுக்கிறேன். பண்றதெல்லாம் பட்டு எப்படி உட்காந்துருக்கான் பாரு. ഞാനെന്ത് ചെയ്യുന്നു? ഒരു 50,000 രൂപ കിട്ടിയപ്പോഴേക്കും അത് വേണ്ടാന്നൊക്കെ എന്റെ മനസ്സനുവദിച്ചില്ല. ആ കിട്ടണ ആവശ്യം മൊത്തം നമ്മുടെ കടം തീർക്കാന്ന് ഞാൻ വിചാരിച്ചുള്ളൂ. അതൊരു തെറ്റാണടാ. നീ കൂടുതൽ സംസാരിക്കല്ലേ? ആ, സംസാരിക്കരുത്. വെള്ളം അടിച്ചോണ്ടിരിക്കുമ്പോ സംസാരിക്കാൻ പാടില്ല. കാരണം വെള്ളം അടിച്ചോണ്ടിരുന്ന് സംസാരിച്ചാ അത് നമ്മുടെ തലയിൽ കയറും. നിന്നെ ഒന്നും പറഞ്ഞിട്ടേ ഒരു കാര്യമില്ല. ശരിയാണ്, ഒരു കാര്യമില്ല. കാരണം നമ്മളൊക്കെ ഫ്രണ്ട്സ് ആണല്ലോ. ആ നരസു அடச்சே, சரக்கு கூட நிம்மதியா அடிக்க விட மாட்டானா? നരസു എടാ വെങ്കി, നീ ഇതുകൊണ്ടോ അടുത്ത്? ഇല്ലടാ. ഉണ്ടോടാ? അവളുണ്ടോ? ഇല്ലെന്നാ തോന്നുന്നേ. എടാ, ഒന്ന് ഇവിടം വരെ ഒന്ന് വാടാ. എവിടം വരെ? എന്റെ വീട് വരെ. എന്തിനാടാ? ഒരത്യാവശ്യമുണ്ട്. നിങ്ങളൊന്ന് വാന്നേ. ഓക്കെ ഓക്കെ ഓക്കെ. എന്താടാ? വീട്ടിലോട്ട് ചെല്ലാൻ. ஏய், சைட் டிஷ் கேட்டு எவ்வளவு நேரம் ஆச்சு? കഴിക്കും മോനെ, എടുത്ത് കഴിക്ക്. പിന്നെ എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു വെളുത്ത് തുടുത്തൊരു പേരക്കുട്ടി വേണമെന്നുള്ളത്. ആ, എനിക്കൊരു വെളുത്ത മകൻ വേണമെന്നായിരുന്നു ആഗ്രഹം. ഇതല്ലേ, ഇതിന്ന് വേറൊന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ലല്ലോ. എല്ലാം വിധിമാ. ആ, എല്ലാം വിധി. അനുഭവിക്കുക തന്നെ. പിന്നെ ഇവന്റെ ഒരു സ്റ്റൈല് കണ്ടില്ലേ? ഞങ്ങളുടെ ഇടയിലുള്ളവരൊക്കെ പറയണതേ അവനെ കണ്ടു ഒരു സിനിമ നിറഞ്ഞ പോലെ ഉണ്ടെന്ന്. അവന്റെ ഒരു നാണം കണ്ടില്ലേ? അതെ, ഇവൾക്ക് വെളുത്ത കുട്ടി വേണമെന്നൊന്നുമില്ല, ഇല്ലടി? മോന്റെ വീട് എവിടാ? அப்ப நான் கிளம்பட்டுங்களா? സാപ്പിട്. എല്ലായിടത്തും കഴിക്കുന്നേ. എന്താ കഴിക്കാത്ത? ഇഷ്ടായില്ലേ? മക്കളെ, നിങ്ങൾ വേണം ചേട്ടന്മാരെ സ്ഥാനത്ത് നിന്ന് എല്ലാം ഭംഗിയായിട്ട് നടത്തി കൊടുക്കാൻ. അമ്മേ, ചേട്ടന്മാരുടെ സ്ഥാനത്തല്ല, മാമന്മാരുടെ സ്ഥാനത്ത്. ഇവന്റെ കാര്യം. നരസു, ഇവള് നന്നായിട്ട് ഇനി അത് കഴുത്തിയിട്ട കഴുത്ത് മുറുകി ചത്തു നമ്മ പറഞ്ഞു ഊരി മേടിച്ച്.
மச்சான் அங்க பாரு. மச்சான், உன் புனிதமான காதல போய் ஓபன் பண்ணிடுறா, இல்லனா ஷாஜகான் படம் மாதிரி ஆயிடும். ஆமாண்டா, மனிதன் உணர்ந்து கொள்க இது மனிதர் காதல் அல்ல, அதையும் தாண்டி உன்னதமான சொல்லு மச்சா உன் அபிராமி கிட்ட. அபிராமி 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 പെണ്ണ് പെണ്ണ് വേളി പെണ്ണ് കണ്ണ് കണ്ണ് നീല കണ്ണ് കണ്ടാൽ തൊട്ടു നോക്കാൻ മോഹമാ തൊട്ട് തൊട്ട് പ്രേമം വേണ്ട കണ്ണിൽ കള്ളനോട്ടം വേണ്ട തങ്കത്തിങ്കൾ ഉണരും നേരമാ പുല്ലാഞ്ഞികൾ പൂക്കും മേട്ടിൽ മഞ്ഞോലുമീ സ്നേഹക്കൂട്ടിൽ ഇല്ല ചൊല്ലു പാടാ പൈകിളി മുത്തം കൊണ്ടു മൂടാം ഞാനടി മുത്ത് മുത്ത് മൊത്തം വേണ്ട മുത്താരണി പന്തൽ വേണ്ട മുല്ലത്തിന്നലകളെ മാഞ്ഞു പോ അന്തിത്തിരിത്താരം പോലെ എന്നും വഴി കണ്ണും നട്ട് അല്ലിത്തുമ്പിയേതോ മോഹം ദൂരെ പാടുന്നു അന്തിക്കൊരു കൂട്ടിനാണോ അല്ലിത്തുമ്പി മോഹം ചൊല്ലി നെഞ്ചിനുള്ളിലൂറും സ്നേഹത്തേനുണ്ണാനാണോ കണ്ടു മതി മറന്നഴകേ ചെണ്ടുമലരിലെ അധരം ഓ കല്യാണമായി പോരൂ പെൺകിളി പൊന്നാമ്പലിൻ തേരിൽ സുന്ദരി തൊട്ട് തൊട്ട് പ്രേമം വേണ്ട കണ്ണിൽ കള്ളനോട്ടം വേണ്ട തങ്കത്തിങ്കൾ ഉണരും നേരമാ കന്നിക്കതിർ നെയ്യും വാനം മുത്തുക്കുട ചൂടും നേരം വെള്ളിച്ചില്ലുമേഘം താലിപ്പൂത്താലം നീട്ടി കണ്ണാന്തളിത്തേനുണ്ണാനോ കണ്ണിക്കതിരുള്ളം തുള്ളി ചെല്ലത്താമര പൂവൊട്ടിന്നാണം കാണാനോ കണ്ടു പനിമതി അരികെ നിന്റെ ചെറുചിരി മണിയിൽ ഓ കല്യാണമായി പോരൂ പെൺകിളി പൊന്നാമ്പലിൻ തേരിൽ സുന്ദരി പെണ്ണ് പെണ്ണ് വേളി പെണ്ണ് കണ്ണ് കണ്ണ് നീല കണ്ണ് കണ്ടാൽ തൊട്ടു നോക്കാൻ മോഹമാ തൊട്ട് തൊട്ട് പ്രേമം തന്നാൽ മുത്ത് മുത്ത് മൊത്തം നൽകാം മണ്ണും വിണ്ണും അലിയും നേരമാ കള്ളത്തെണ്ടി അവന് തലമുട്ട അടിച്ചു പൊട്ടിക്ക.
ഗതിയിലായത്. നോക്കടി ആ വന്നല്ലോ കോടീശ്വരൻ. ദാ നീ ഇന്നലെ എന്നോട് എന്താ പറഞ്ഞത്? രാവിലെ ആകുമ്പോ നമുക്ക് എല്ലാ പണവും കൂടെ ചേർത്ത് ഇവിടെ സെറ്റിൽ ചെയ്യാം, ഹാപ്പി ആയി അടിച്ചു പൊളിക്കാം എന്തൊക്കെയായിരുന്നു. എവിടാ പണം? നീ പറയുന്നൊന്നും കേൾക്കുന്നില്ല. ദേവൻ പഞ്ഞി വെച്ചേക്കുവാ. പോതെ ചെവിയില് പഞ്ഞി വെച്ചോണ്ടാണല്ലേ ഇത്ര നേരം ആളെ കൊച്ചാക്കിയത്. നിന്റെ ചെവിയിലല്ല മൂക്കിലാ പഞ്ഞി വെക്കണ്ടേ. എടി ഇന്റർവ്യൂല് വരാൻ കേട്ടോണ്ടിരുന്ന കേട്ടാക്കി റിപ്പീറ്റ്. എടി പറയുമ്പോ കുറച്ച് സ്റ്റാൻഡേർഡ് ഉള്ള വല്ലതും പറയാൻ നോക്ക്. ഇതിൽ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത തെറിയേക്കാം മാമിയുടെ മുമ്പിൽ ചെന്നാ. ഇവരെയൊക്കെ വിശ്വസിച്ച് അവരെ മിഡ് നൈറ്റ് കുത്തിപ്പൊക്കിയ ഇവിടെ പറഞ്ഞാ മതി. ദേ നിക്കുന്നൊരുത്തെ അവനെ ഇന്ന് എന്താടാ വായും വിളിച്ച് നിൽക്കുന്നേ? ഓ അപ്പൊ ഇതാണ് കാര്യം. നിന്നെ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പോടാ. ഒന്ന് പോയി കുളിയടാ. നീ ഇന്നലെ എന്താ പറഞ്ഞേ? KNK ഓട്ടോമൊബൈൽസ് പ്രൊപ്പറേറ്റർ മനോഹരൻ സ്പീക്കിംഗ് എന്നാ? നീ ജീവിതകാലം മുഴുവനും താടിയും മുടിയും വളർത്തി അവളെ നോയിക്കൊണ്ടിരിക്കും. അവളുടെ അച്ഛനും മാതിരിക്ക് ട്രാൻസ്ഫറാടാ. ഇപ്പൊ പുറകെ പോയ വീട് കണ്ടുപിടിക്കാം. എവിടെ ആസ്തി കൂടാ? ഹലോ, നീ ഇതുകൊണ്ടോടാ അടുത്ത്? എന്റെ അമ്മയ്ക്ക് സംസാരിക്കണോന്ന്. നിന്റെ അമ്മയുടെ 16 വെക്കടാ. എന്താടാ പറഞ്ഞേ? നിന്റെ അമ്മയുടെ 16 അവളെ അവിടെ ഇല്ലെന്ന്. അയ്യോ சார் எங்களை சுட்டிங்கன்னா எங்க பாடி தான் சார் உங்களுக்கு கிடைக்கும். എനിക്ക് ഏതായാലും ഓക്കേടാ. പ്ലീസ് സാർ, ഞങ്ങൾക്ക് കുറച്ചുകൂടെ സമയം വേണം. ഓൺലി 1 വീക്ക്. അതിനുള്ളിൽ എനിക്ക് സാധനം കിട്ടണം. ഇല്ലെങ്കിൽ 3-നും ലേഡീസ് മൂവ് ബാക്ക്. കാശുണ്ടാക്കാനുള്ള എളുപ്പ വഴിയാണോ ഇത്? ശവം തോണ്ടല്. அப்புறம் வாடகை கொடுக்கணும், செமஸ்டர் ஃபீஸ், எக்ஸாம் எழுதணும்ல, அதான் கிடைச்சா நல்லா இருக்கும்னு நினைச்சோம். ഇപ്പൊ മാമി വീട് ഒഴിയാൻ പറഞ്ഞു. എന്താ ചെയ്യാൻ പോകുന്നേ? പിന്നെ ഈ ലോകത്ത് മാമിയുടെ വീട് മാത്രമേ ഉള്ളൂല്ലോ. നീ കൂടുതൽ സംസാരിക്കണ്ട. നീ കാരണം ഇത്രയും പ്രശ്നം ഉണ്ടായത്. പിന്നെ ഇനിയിപ്പോ എല്ലാം കൂടെ എന്റെ തലയിലോട്ട് വെക്ക്. ഇതെല്ലാം ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ചെയ്തത്, അതാദ്യം മനസ്സിലാക്ക്. டேய், உன் ഫോൺ தாண்டா அடிக்குது, எடுத்து தொலைடா. അതാ നരസു ആയിരിക്കും. ഏത് നരസു? നരസു അത് ഞങ്ങളുടെ ഒരു ചെയിൻ ഫ്രണ്ടാ, നിനക്കറിയില്ല. അവന് ഞാനൊന്ന് പെരുമാളാ. നന്നായി, ഈ സീനിൽ അയാളുടെ കുറവും കൂടി ഉണ്ടായിരുന്നുള്ളൂ. നീ ഒന്ന് ഫോൺ എടുക്ക്. പറ പെരുമാൾ. தம்பி, ஒரு வாரம் ஆயிடுச்சு. நீங்களே இங்க வரீங்களா இல்லைன்னா அங்க வரட்டுமா? சீக்கிரமா முடிவு சொல்லு தம்பி. என்கிட்ட டைமே கிடையாது. சொல்லுப்பா. சரி, இந்த வாட்டியும் நானே அங்க வர்றேன். என்ன? അയാൾ എന്താ പറഞ്ഞ? ഇങ്ങോട്ട് വരുന്നെന്ന്. ഇതോടെ വെക്ക. അതെടുക്ക്.
പോകുന്നേ? അതൊക്കെ പോകുന്ന വഴി പറയാം. വേഗം വന്നിട്ട് കേറാൻ. പെട്ടെന്ന് പോ. ശീഘ്രം ഇറങ്ങ്. പോവാം, വണ്ടി കിട്ടോ. Life is like a jigsaw puzzle, all we wanna do is sliding through the trouble just to cross the finishing line, driving away from the hustle bustle of the city, emancipating from the worldly cues and rules. The journey that will change our destiny is here. When it's deep, so are our dreams. Away from all the story of Chennai City. This ecstasy is such a fantasy. Running away from the hurdles we started off. Accelerating on the mystery. Boundless and boundless, and now any strings attached. Here we answer to add a history. Freedom from the tears, miles apart from all the fears. Bending through this valley, leaving all the problems behind. Yeah, yeah, yeah. Anxiety is on tally, green meadows are smiling at us. Don't know, it will be a comedy or tragedy. Wandering over the ranges below the sky, nobody's out to set our boundaries. What lies ahead of us, we have no idea. But with a heart strong enough to fight a war, here we are, let's do or die. ആകെ കൺഫ്യൂഷൻ ആയല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? എടാ ദേ അങ്ങോട്ട് നോക്കേ. ഈ നഗരത്തിന് ഇതെന്തു പറ്റി? ചിലയിടത്ത് ചാരം, ചിലയിടത്ത് പുക. എന്താ ആരുമൊന്നും പറയാത്തത്? മിണ്ടാതെ സഹിക്കുന്നത് എന്തിനാ പുക? സഹിക്കാവുന്നതിനും അപ്പുറമാണിത്. പുകയുന്ന സിഗരറ്റും ബീഡിയും കെടുത്താൻ ശ്രമിക്കാം. പബ്ലിക് പ്ലേസിൽ പുകവലി നിരോധിച്ചിട്ടുണ്ട്. ഇത് ലംഘിക്കുന്നതിന് പിഴ നൽകേണ്ടി വരും. പുക വലിക്കരുത്, വലിക്കാൻ അനുവദിക്കരുത്. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. അവിടെ നോക്കാം.
வந்திருக்கேன்ப்பா அந்த நேரத்துல. யாரு? என்னப்பா என்னாச்சு? யாருப்பா நீங்க? என்னாச்சுப்பா? அண்ணே நாங்க ஒரு இடத்துக்கு போறதுக்காக வந்தோண்ணே. வழி மாதிரி அந்த பங்களாக்குள்ள போயிட்டோண்ணே. ഇവിടെ ആരും താമസമില്ലെന്നാ തോന്നുന്നത്. நாங்க மட்டும் இல்லண்ணே, எங்க ஃப்ரெண்டு ஒருத்தங்க மாட்டிக்கிட்டானே. அண்ணே வாங்கண்ணே ப்ளீஸ்ண்ணே, வாங்கண்ணே ப்ளீஸ்ண்ணே. என்னன்னு பார்த்தலாம், பந்தத்தை கொடுத்துடா. போய் பார்ப்போம். என்னடாச்சு? എന്താ പറ്റി? എന്താണ് നിനക്ക് പറ്റി? എന്താ പറ്റി? എന്താ? എന്താ നിനക്ക് പറ്റിയത്? എന്താ പറ. என்னடா? என்ன பாச்சு? നമ്മൾ ഓടിയില്ലേ, അപ്പൊ എന്റെ കാലാറ് പിടിച്ച് വലിച്ചു. എനിക്കറിയില്ല എന്താ സംഭവിച്ചെന്ന്. ആ സമയത്താ എന്റെ കയ്യിൽ ഏലസ് ഇങ്ങനെ. പിന്നെ നിങ്ങൾ വിളിക്കുമ്പോഴാ എനിക്ക് ഓർമ്മ വന്നത്, ഈ ബംഗ്ലാവില് ചേട്ടാ ഇവിടെ അടുത്ത് ഹോസ്പിറ്റൽ ഏതാ ഉള്ളത്? ഇങ്ങെങ്കിലപ്പാ തിരുനെൽവേലി പോണപ്പാ. തിരുനെൽവേലിയോ? ஆமா. ഓക്കേ. ஏய் மாப்ள, இந்த பசங்க பேய் பிசாசு எல்லாம் சொல்றாங்க, நாம எதுவும் பார்க்கலையே. மாமா ஞாபகம் இல்ல, போன வாரம் ஆட்டுக்கார பையன் ஒருத்தர் இறந்து போனால. இங்க யாரும் நிக்காதீங்க, வெள்ளிக்கிழமை அமாவாசை வேற, கிளம்புங்க வாங்க போலாம். എടാ എന്റെ ടാബ് ഞാൻ അവിടെ വെച്ച് മറന്നു. നിനക്ക് ടാബ് മറക്കാൻ കണ്ട സമയം, മാങ്ങാത്തൊലി. ശാന്തി, മാമി വന്നിട്ടുണ്ടാവും. അവര് വരുമ്പോ രാത്രിയാവുന്നേ. யாரா அந்த சனிய சகட? സനിയ സകട അല്ലടാ, അപ്പക്കാള.
അതെന്റെ ഒരു ബന്ധുവാ. ഞങ്ങള് ഫ്രണ്ട്സാ. സകല അലവലാദികൾ ഇവന്റെ ഒക്കെ ഫ്രണ്ട്സാ. നല്ല കളറ്. കരിയോല് തോറ്റു പോകില്ലടി. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല ഈ ഏരിയയിലേക്ക് വരരുത്. അവൾ എന്താണ് എന്നെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ പോയേ? ഏയ് അവനാ சொல்றාன்ல മോളെ കിளம்புடா. ഞാൻ പോയി ഒരു സോറി പറഞ്ഞിട്ട് വന്നാലോ? അതെ, ഞങ്ങളെ കൊണ്ട് സോറി ഓർപ്പിക്കാതെ നീ ഒന്ന് പോവോ? പുതിയ മാല മാലയൊക്കെ കൊള്ളാം. ആവശ്യമുള്ളപ്പോ ഞാൻ വന്ന് വാങ്ങിച്ചോളാം. എന്നെ വീട്ടളിയാ. സത്യം പറ മച്ചാ, എന്തിനാ അവൾ എന്നെ അവോയ്ഡ് ചെയ്യുന്നേ? നിങ്ങൾക്കറിയോ, ഊണിലും ഉറക്കത്തിലും എനിക്ക് ഒരേ ഒരു ചിന്തയേ ഉള്ളൂ. എന്റെ നീതു, എന്റെ നീതു. കതിർമണ്ഡപത്തിൽ പട്ടുസാരി കൊടുത്ത അവളും സിൽക്ക് ജുബയും വെള്ളിക്കസവും കൊണ്ടുകൊടുത്ത് ഞാനും നിൽക്കുന്നത് ഡെയിലി ഞാൻ സ്വപ്നം കാണുവളിയാ. എല്ലാം ഞങ്ങൾക്കറിയാം. ഇനി മേലാൽ ഇവിടെ വരരുത്. ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്ന് ഞങ്ങൾക്ക് തന്നെ അറിയാൻ പാടില്ല. ഇല്ലവെങ്കിൽ ഞാൻ വരില്ല. നമുക്ക് ജുവല്ലറി പോയാലോ? അതെ, നിന്റെ മാല നിന്റെ കഴുത്തിൽ തന്നെ കിടക്കട്ടെ. നീ ഇപ്പൊ ചെല്ല്. കിளம்புடா. ഇങ്ങ് വന്നേ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കാര്യം വഷളാവും. അതിനു മുമ്പ് അവന്റെ അടുത്തെല്ലാം തുറന്നു പറഞ്ഞാൽ നല്ലത്. ബെസ്റ്റ്. ഇപ്പൊ കുറ്റം മുഴുവൻ എന്റെ തലക്കായി. എന്തായിരുന്നു A to C ഡിഫൻസ് മാനേജ്മെന്റ് കമ്പനി മാങ്ങാത്തൊരു തേങ്ങാക്കൊല 10 പൈസയുടെ വരുമാനം ഉണ്ടായിരുന്നു അവിടുന്ന്. അവൻ നൈസായിട്ട് വളച്ചിട്ടാണെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നടന്ന. നീ പറഞ്ഞതൊക്കെ ശരി തന്നെ, നമ്മൾ കുറെ ചെയ്തിട്ടുണ്ട്. പക്ഷെ പ്രേമനിരക്ഷത്തിലെ തെണ്ടിയെങ്ങാനും പോയി തൂങ്ങിച്ചാത്താലേ നമ്മളൊക്കെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. കറക്റ്റാ. ഈ വരുമാനം നിങ്ങൾക്ക് വേണ്ടി ഞാൻ വേണ്ടാൻ നോക്കാം. ട്ടാ നരസു, നരസു, എടാ എനിക്ക് നിന്നോടൊരു കാര്യം പറയാം. ആയിക്കോട്ടെ, പറയണ്ട. ഇതല്ല നീതു എന്നോട് എന്തെങ്കിലും പറയാനായിട്ട് പറഞ്ഞുവിട്ടാണോ? പറഞ്ഞുവിട്ടല്ല, പക്ഷേ ടെൻഷൻ അടിപ്പിക്കാടാ. എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്ന് എനിക്കറിയില്ല. പക്ഷെ നിന്നോടെല്ലാം തുറന്നു പറഞ്ഞില്ലെങ്കിൽ അതൊരു തെറ്റാവുന്നൊരു തോന്നലേ. എന്നാ നീ പറയണ്ട. അല്ലല്ല അല്ല, ഞാൻ പറയാം. എടാ നമ്മുടെ 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 നീതു അവളൊരു മഹാരോഗത്തിന് അടിമയാണ്. ക്യാൻസർ ആണോടാ? നിനക്കെങ്ങനെ മനസ്സിലായി? സാധാരണ ഈ ടൈമിൽ ഈ അസുഖത്തിനാണല്ലോ സ്കോപ്പ്. അതുകൊണ്ട് നീ അവളെ മറക്കണോന്നായിരിക്കും. ഇല്ല വെങ്കി ഇല്ല, എങ്കിലും പറയാൻ തോന്നിയടാ. കീമോ ചെയ്ത തലയുമായി എന്റെ നീതു, അവളെ ശുശ്രൂഷിക്കുന്ന സ്നേഹമുള്ള ഭർത്താവായി ഞാൻ. നീ സിനിമയിലെ കണ്ടിട്ടില്ലേ? അതുപോലെ ഇപ്പോഴാടാ എനിക്ക് അവരോട് ശരിക്കും സ്നേഹം തോന്നുന്നത്. വെങ്കി, ഈ രഹസ്യം എന്തുകൊണ്ട് ഇത്ര നാൾ എന്നിൽ നിന്ന് നീ മറച്ചു വെച്ചു? പറയളിയാ. അവളുടെ ചികിത്സയ്ക്കുള്ള ചെലവ് ഞാൻ തരും, എന്റെ വീട് വിറ്റാണെങ്കിൽ. എടാ എനിക്കിപ്പോ അവളെ കാണണം. അതല്ല, എനിക്ക് നിന്നോട് വേറൊരു കാര്യം പറയാനുണ്ട്. അവളുടെ കുടുംബം മുഴുവൻ ക്യാൻസർ ആണോടാ? അതല്ല, ഇത് വേറെ. സഹിക്കളിയാ, ഞങ്ങള് സഹിക്കുന്നില്ലേ? എന്നാ പിന്നെ ഞാനങ്ങോട്ട്. എടാ, ക്യാഷിന് വല്ല ആവശ്യം വരുമ്പോ എടാ നീ എന്നാ സമാധാനി. ഓക്കെ. എന്താടാ നീ എന്ത് പറഞ്ഞവൻ ഒതുക്കിയത്? എടാ, ഈ വെങ്കി ഒന്ന് വിചാരിച്ച കാര്യം നടത്തിയിരിക്കും. ഞാനറിയാം മോയ്. അവന്റെ പ്രേമം ഫുൾ സ്റ്റോപ്പ്. നമ്മുടെ വരുമാനവും കട്ടാവില്ല. என்ன சொல்லி தொலைச்ச? ഒരു ചെറിയ കള്ളം. അവനിപ്പോ അവിടെ കിടന്ന് ചങ്കു പൊട്ടി പൊട്ടി കരയായിരിക്കും കളിയാ. നീ എന്ത് കള്ളം അവന്റെ അടുത്ത് പറഞ്ഞ? എന്ത് കള്ളമുണ്ട്? എടാ, നമ്മുടെ നീതുല്ലേ, അവള് ഒരു പോക്കി കേസാണ്, അവള് അങ്ങനെയാണ് മറ്റേതാണ് മറിച്ചാണെന്ന് ഞാൻ പറഞ്ഞു. അവൻ അത് വിശ്വസിച്ച് അവന് ഏരിയയിലേക്ക് വരില്ല. താങ്ക് യു. ஐயா, நீ எங்க இருக்கடா? ஐயா அங்கதான் வந்துட்டு இருக்கேங்கய்யா. வேண்டாம் வேண்டாம் வேண்டாம், நீ அங்கேயே இரு. நிறுத்து. எல்லப்பட்டிக்கு திரும்பி போ. சரிங்க. நம்ம வர்மா பங்களாவோட ஃபுல் டாக்குமெண்ட்ஸ் காப்பி எடுத்துக்கிட்டு அங்க வருவாரு. அதை நீ வாங்கணும். அப்புறம் நான் அன்னைக்கு சொன்ன தென்மேற்க எல்லா மேட்டர் இல்லையா, அதை வர்மா கிட்ட கேட்டு கிளியர் பண்ணிடு.
ஏய் வண்டி திருப்பு. சார் வீல் பஞ்சர் ஆயிடுச்சு. நல்ல வேலை இது வரைக்கும் வந்து நல்லதாக போச்சு. செல்வா சார் நீ டயரை மாற்று. சரி சார். நான் போய் இதெல்லாம் என்னென்னு பார்த்துட்டு சீக்கிரமாக வந்துடுறேன். ஓகே சார். இங்கே பக்கத்தில் ஏதாவது பஞ்சர் கடை இருக்கா? இங்கே பக்கத்தில் பஞ்சர் கடை எதுவும் இல்லையே. இங்கே எதுக்கு வந்தீங்க? இந்த பங்களாவை பார்க்க வந்தோம். பங்களாவை பார்க்க வந்தீங்களா? ஏங்க இந்த இடம் சரியில்லைங்க, முதல்ல கிளம்புங்க. என்ன பிரச்சனை? என்னங்க பேய் பங்களா முன்னாடி என்ன பிரச்சனைன்னு கேட்குறீங்க? முதல்ல கிளம்புங்க சாமி, காத்து கரு பிடிச்சிருப்பது. கிளம்பு கிளம்பு. ഇയാളെ വെങ്കിയുടെ ഫ്രണ്ട് അല്ലേ? വെങ്കിയുടെ മാത്രമല്ല, ഞാൻ ശിവയുടെ അലക്സിന്റെ ഫ്രണ്ടാ. എന്നാലും നീതു എന്തിനീ ചതി ചെയ്തു? എനിക്ക് എന്താ ഒരു കുറവ്? പണമില്ലേ, ബൈക്കില്ലേ, ആരോഗ്യമില്ലേ? തനിക്കിത് വട്ടാണോ? നീതു അല്ലേ എന്നെ വട്ടനാക്കിയത്? ഞാൻ നിന്നെ സ്നേഹിച്ചത് മനസ്സ് പറഞ്ഞ, പക്ഷേ നീ എന്റെ മനസ്സിൽ വെച്ചിട്ട് പലരുമായിട്ട് നീ ഒരു സെറ്റപ്പ് ആണെന്ന് വെങ്കി പറഞ്ഞപ്പോ അമ്മയുടെ തത്തി എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ലേടി. ഫ്രണ്ട്സ് എന്ന് പറയാൻ നാണക്കേടാവുന്നു. നിന്നെയൊക്കെ എങ്ങനെ വിശ്വസിക്കൂടാ? വേണ്ട വേണ്ടെന്ന് ഇവനോട് 100 തവണ പറഞ്ഞതാ, അപ്പൊ കേട്ടില്ല. ഏയ് പാവം ഏതോ தெரியாம சொல்லிட்டாൻ, മன்னிച്ചിரு. എല്ലാം ഞാൻ സഹിക്കും, പക്ഷെ ഞാനൊരു സെറ്റപ്പ് ആണെന്ന് നീ അവനോട് പറഞ്ഞില്ലടോ പട്ടി. അതെ, ഒന്ന് നിർത്തിയേ. ഈ പട്ടി എന്നുള്ള വാക്കേ ചുമ്മാ എടുത്ത് പ്രയോഗിക്കല്ലേ. പിന്നെ ആ പറഞ്ഞൊരു തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ എന്റെ ഫ്രണ്ട് അല്ലേ? അല്ലേ 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 അല്ലേ? എടി, നീ സെറ്റപ്പ് ആണെന്ന് പറഞ്ഞാ പ്രശ്നമില്ല, നീ ക്ഷമിക്കും. പക്ഷെ അതേസമയം അപ്പുറത്ത് വീട്ടിലെ മാമി സെറ്റപ്പ് ആണെന്ന് പറഞ്ഞാൽ തെറ്റാണ്. ബിക്കോസ് മാമി എന്റെ ഫ്രണ്ട് അല്ല. ഏണ്ടാ കൺഫ്യൂസ് പண்ற? എടാ ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ എന്താടാ? എന്താടാ ഫ്രണ്ട്സ്? എടി മണ്ടി, സൗന്ദര്യമുള്ള പെണ്ണായോണ്ടല്ലേ നിന്നെ അവൻ പ്രേമിച്ചത്. അവൻ ഇവളെ പ്രേമിച്ചോ? ഇല്ലല്ലോ, കാരണം സൗന്ദര്യമില്ല, ഗ്ലാമർ ഇല്ല. എടി, ചില പ്രണയങ്ങൾ അങ്ങനെയാണ്. അപ്പുറത്തെ അഭിരാമി ഇവനെ എത്ര നാളായിട്ട് കണ്ണും നോക്കി പ്രേമിക്കാൻ. വല്ല ഗുണമുണ്ടോ? ഒരു ഗുണവും ഇല്ല. പിന്നെ ആരൊന്നും പറയാൻ നിൽക്കണ്ട. എല്ലാം കഴിഞ്ഞ് എനിക്ക് വെച്ചിട്ട് പാടില്ല, എനിക്ക് വെച്ചിട്ട് പാടില്ല, എന്തെങ്കിലും തിന്നിട്ട്. ഹാപ്പി മാരീഡ് ലൈഫ്. ഞാൻ നീതുവിനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു, അത് സത്യം. പക്ഷെ എന്റെ സ്നേഹം നീ തുറന്നു പറഞ്ഞില്ല. സാരമില്ല, ഇപ്പൊ അത് നന്നായി തോന്നുന്നു. നീതുവിനെങ്ങാണെന്ന് കല്യാണം കഴിച്ചിരുന്നെങ്കിൽ വെളുത്ത കുട്ടി കിട്ടുമെന്നുള്ള കാര്യത്തിൽ വേറെ ഉറപ്പം പറയാൻ പറ്റില്ല. ഇതിപ്പം അതാമല്ലേ, കൺഫേം അല്ലേ? എന്റെ അമ്മ അത് തന്നെ പറഞ്ഞത്. കണ്ടില്ല അമ്മയുടെ സന്തോഷം. ശിവ, നിനക്ക് എന്റെ പെങ്ങളെ വലിയ ഇഷ്ടമാണെന്ന് അവള് പറഞ്ഞു. നിങ്ങളുടെ ബന്ധത്തിനെ എന്റെ അമ്മയും ഭയങ്കര സപ്പോർട്ടാ. சரிடா, இப்போ அதை பத்தி பேச வேணாம்டா, இன்னும் டைம் இருக்குடா. ടൈം ഇருக்கு കൊച്ചു കള്ളൻ. എത്രയും പെട്ടെന്ന് ഒരു ജോലി സമ്പാദിക്ക, എന്നിട്ട് വേണം അല്ലേ ഏട്ടാ? ഇവരുടെ ഫാമിലി മൊത്തം ലൂസാടോ. മിണ്ടാതിരിക്കടാ, ഈ കല്യാണമെങ്കിലും കൊളാക്കാൻ നടത്തിയിട്ട് വേണം അവരെ കാശ് വാങ്ങിക്കാൻ. നിന്റെ പഴയ കാമുകിനെ കാണാൻ എന്ത് ഗ്ലാമറടി. ഞാനാണെങ്കിൽ വിട്ടു കൊടുക്കില്ല. ഒരു കുത്തുവെച്ചൊന്നുണ്ടല്ലോ. മോളെ, മോൾക്ക് നല്ല വിഷമുണ്ടെന്നറിയാം. സാരമില്ല, മോൾക്ക് നല്ലൊരു ബന്ധം വേറെ കിട്ടും. ദേ, എന്റെ മോനെ കല്യാണം കഴിക്കാൻ പറ്റാത്തോണ്ട് തൂങ്ങിച്ചാവൊന്നും ചെയ്യരുത് കേട്ടോ. എന്റെ മോന്റെ അത്ര ഗ്ലാമറുള്ള ആളെ കിട്ടിയില്ലെങ്കിലും നിനക്ക് കിട്ടും നല്ലൊരാളെ. മോളെ, ചെറുപ്രായത്തിൽ തന്നെ ചീത്തപ്പേര് കേൾപ്പിച്ച് നിനക്ക് ഒരു ചെറുക്കനെ കിട്ടാൻ പ്രയാസമായിരിക്കും. ദേ, ഞാൻ പ്രാർത്ഥിക്കാം, എപ്പോഴും ഈശ്വരനെ മനസ്സിൽ വിചാരിച്ച് അമ്പലങ്ങളിലൊക്കെ പോണം. അപ്പൊ തന്നെ ഈ ചീത്ത സ്വഭാവം ഒക്കെ മാറും. ഈ തള്ളക്ക് ഭ്രാന്താടി, നീ വിഷമിക്കണ്ട. ஏய், அந்த பக்கம் போய் விளையாடுங்கடா, போங்க. யாருமா? யாரோ வருமாவா?
അയ്യരെ ഇന്ന് ഫുൾ പേയ്മെന്റ് സെറ്റിൽ ചെയ്യാമെന്നല്ലേ പറഞ്ഞത്. അതനുസരിച്ചല്ലേ ഞാൻ എല്ലാം അറേഞ്ച് ചെയ്തത്. എനിക്കിവിടെ അധിക നാൾ നിൽക്കാൻ പറ്റില്ല. எனக்கு தெரியாது வருமா. ஜோசியப்படி இப்ப நான் இடம் வாங்குறது எனக்கு நல்லதில்ல. ഈ അവസാന നിമിഷത്തിൽ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? ഇനി വേറെ ആളെ എവിടെ പോയി തരും? அதை நீங்க தான் முடிவு பண்ணணும். അയ്യർ ഒന്നുകൂടി ആലോചിക്കാൻ. ഞാൻ പിന്നെ വിളിക്കാം. மிஸ்டர் வர்மா, இதுல யோசிக்கிறதுக்கு எதுவுமே இல்ல. இத பத்தி பேச நீங்க கூப்பிட வேண்டாம். சாரி. പെരുമാൾ, மச்சி 5 lakhs அக்கௌண்ட்ல கிரெடிட். പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചു. 5 ലക്ഷം നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞു. സോ ഡീൽ ഓക്കെ. டேய் உன் ஃபோன் தாண்டா அடிக்குது, எடுத்து தொலைடா. അതാ നരസുമായിരിക്കും. ഏത് നരസു? നരസു അത് ഞങ്ങളുടെ ഒരു ചെയിൻ ഫ്രണ്ടാ, നിനക്കറിയില്ല. അവന് ഞാൻ പെരുമാളാ. നന്നായി, ഈ സീനിൽ അയാളുടെ ഒരു കുറവ് കൂടി ഉണ്ടായിരുന്നുള്ളൂ. നീ ഒന്ന് ഫോൺ എടുക്ക. പറ പെരുമാൾ. தம்பி, ஒரு வாரம் ஆயிடுச்சு. நீங்களே இங்க வரீங்களா இல்லைன்னா அங்க வரட்டுமா? சரி, இந்த வாட்டியும் நானே அங்க வர்றேன். என்ன? അയാൾ എന്താ പറഞ്ഞ? ഇങ്ങോട്ട് വരുന്നു. ബെസ്റ്റ് കാണാ ബെസ്റ്റ്. ഇനി അയാൾ കൂടി ഇങ്ങോട്ട് വന്നാ മതി. എടാ, അയാൾ ഇങ്ങോട്ട് വരാതിരിക്കാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യ്. டேய் வாங்கடா போய் பார்த்துட்டு வரலாம். അതെ, ഞങ്ങൾ വരട്ടെ. വേണ്ട, ഞങ്ങൾ തുടങ്ങി വെച്ചല്ലേ, ഞങ്ങൾ തന്നെ തീർത്തോളാം. പെരുമാളെ, ഞങ്ങൾക്ക് കാശിന് കുറെ അത്യാവശ്യമുണ്ട്, അങ്ങോട്ടേക്ക് കുറെ തരാനുമുണ്ട്. പക്ഷെ ഇത് പറ്റും, നിങ്ങളെ കൊണ്ട് ഇത് പറ്റും. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും എനിക്കറിയാം. കോളേജ് ഫീസ്, വീട്ടുവാടക, പിന്നെ ഈ പെരുമാളിന്റെ കടം, അത് ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്താ പെരുമാളെ? சார், நீங்கள் ஆல்ரெடி எங்களுக்கு நிறைய உதவி பண்ணியிருக்கீங்க. நாங்கள் ஆஃப்டர் ஆல் ஒரு இன்ஜினியரிங் ஸ்டூடெண்ட் சார். எங்களால் எப்படி சார் இதை பண்ண முடியும்? ഞാൻ മുഖം നോക്കാതെ എല്ലാവരെയും സഹായിക്കും, അത് നിങ്ങൾക്കറിയാം. പക്ഷെ ഇപ്പൊ എനിക്കൊരു ആവശ്യമുണ്ട്, അതിന് നിങ്ങൾ എന്നെ സഹായിക്കും. നമ്മൾ എങ്ങോട്ടാടാ പോകുന്നത്? അതൊക്കെ പോകുന്ന വഴി പറയാം. നീ വേഗം കേറ്. വേഗം വന്നിട്ട് കേറാൻ. പെട്ടെന്ന് പോ, സീക്കിരം. വാ പോവാ, വണ്ടി കിട്ടോ. അന്യായ ബംഗ്ലാവ് അല്ലേ? ഒന്നും മിണ്ടാതിരിക്കണം. പിന്നെ ഇതിന്റെ ബംഗ്ലാവ് എന്നല്ലാണ്ട് പിന്നെന്താണ് പറയണത്? ഈ മണ്ടന്റെ ഒരു കാര്യം. ബാഗിന്റെ സിബ് പൗഡർ എടുക്ക്. சீக்கிரம் எடு. ഫസ്റ്റ് സിബിന്റെ അകത്ത് ഇത് മാത്രം മതിയോ? கொடு கொடு. മേക്കപ്പ് எனக்குடா. മിണ്ടാതിരിക്കണം. പോക്കറ്റിനകത്താ വെച്ചെന്ന് തോന്നുന്നു. സമയമില്ലാതെ இருடா, நான் தேய்ச்சிக்கிறேன். വേഗം ഇട്, വേഗം ഇട്. തുറക്കാനും നീ ഇട്. ஏய்
കാലിൽ തെച്ചുകൂടാ. മതിയടാ എന്റെ കാര്യം നോക്കിയിരിക്കുന്നു. നീ നോക്കണ്ട കേട്ടോ. ഓക്കെ വാ, മതിന്ന് പറഞ്ഞില്ല, ഇനി നീ അവസാനം കോളം ആക്കാതിരുന്നാ മതി. പോതുമാ പെട്ടെന്ന് ഇറങ്ങും. ഇവളെന്തോടെ കുളിക്കുന്ന? വേഗം വാ, വാ. പോ, പോ, പോ. മതി, മതി. സമയമില്ല അധികം. ചെല്ല് പോ പോ പോ. വാടാ. ഓക്കെ അല്ലേടി? കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഡാ, നിനക്കിപ്പോ കുറച്ച് അപ്പൊ നമ്മളെല്ലാം പറഞ്ഞ പോലെ അപ്പൊ എല്ലാം ഓക്കെ അല്ലേ? ഓക്കെ ആ എല്ലാം ഓക്കെ. ഓക്കെ 1 2 3 ഗോ. നല്ല തണുപ്പ്, രണ്ടെണ്ണം അടിക്കാൻ പറ്റില്ല. അയ്യോ എത്തി. தேங்க்யூ சார். பட் சின்னதாக ஒரு சேஞ்சு. நான் டீல் இன்னும் முடியல. ഇതാണ് കുഴപ്പം, ഏജ് പ്രോബ്ലം. എന്താ സംസാരിക്കേണ്ടത് നിങ്ങൾക്കറിയില്ല. സാരമില്ല, ഞാൻ പറഞ്ഞ 5 ലക്ഷം നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു. ஆர்கே சார், உங்க டீல் முடிஞ்சிருச்சு. வெறும் 5 லட்சத்தை கொடுத்து சாதா பங்களாவா இருந்ததை பேய் பங்களாவா மாத்தினதுக்கு. ஆனா எங்க டீல் இன்னும் முடியல சார். இனிமே தான் டீலு லட்சம் இல்ல, கோடி, 1 கோடி. തമ്പി, ഇപ്പൊ இந்த കോമഡി സീൻ തേവയാ? കണ്ണാ, രാജാ കണ്ണാ, ഇപ്പൊ ഇതൊരു കോമഡി സീനാ. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും ഇതൊരു ട്രാജഡി സീനാണ്. മനസ്സിലായില്ലല്ലേ? നമുക്കൊരു ഫ്ലാഷ് ബാക്ക് പോയാലോ? ഓ, നിന്ന് കഥാപ്രസംഗം പറയാതെ പറഞ്ഞു തൊലക്കടാത്തുണ്ട്. മച്ചാ നീ പറ. கதை பழசுதான், ட்ரீட்மெண்ட் தான் கொஞ்சம் புதுசு. ஒரு 20 வருஷத்துக்கு முன்னால கேரளா தமிழ்நாடு பார்டர், அங்க திருநெல்வேலி ஜில்லாவுல எல்லப்பட்டின்னு ஒரு செவந்த கிராமம். அங்க பேச்சியம்மான்னு ஒரு கேரக்டர். அந்த கேரக்டருக்கு ஒரே ஒரு பையன், பேரு பாவாடை. பிகினிங்லயே கதையில ஒரு சின்ன ட்விസ്റ്റ്. വിഷമ പണ്ടാറടങ്ങിയ ഒരു തെണ്ടി ചക്കൻ വയറൊട്ടി രാജപാളയം പട്ടിയെ പോലെ ഗ്രാമത്തിലോട്ടൊരു എൻട്രി. അതാണ് രാജാക്കണ്ണ്. വിശന്നു വലഞ്ഞു വന്ന അനാഥച്ചക്കന് പേച്ചിയമ്മ ആഹാരവും താമസിക്കാൻ ഇടവും ഒക്കെ കൊടുത്തു. നൊന്ത് പ്രസവിച്ച സ്വന്തം മോനേക്കാളും സ്നേഹിച്ചു ആ പാവം സ്ത്രീ അവൻ. വയറ് മുറുക്കി കൊടുത്തിട്ടാണെങ്കിലും അവരവനെ സ്കൂളിലേക്ക് അയച്ചു. രാജാക്കണ്ണ് വളർന്നു വലുതായി ചെന്നൈയിൽ ഒരു ജോലിക്കും ചേർന്നു. RK ഗ്രൂപ്പ്, രമാകാന്ത് റെഡ്ഡി ഗ്രൂപ്പ്, സിംഗപ്പൂർ ബേസ്ഡ് മൾട്ടിനാഷണൽ കമ്പനി. രാജാക്കണ്ണിന്റെ നല്ല കാലം, റെഡ്ഡിയുടെ കഷ്ടകാലം. രാജാക്കണ്ണ് ചെന്നു ചേർന്നത് റെഡ്ഡിയുടെ കൂടെ. അധികം താമസിയാതെ റെഡ്ഡിയുടെ വിശ്വസ്തനാകാൻ രാജാക്കണ്ണിന് കഴിഞ്ഞു. റെഡ്ഡിയുടെ ഇന്ത്യയിലെ ബിസിനസ് സാമ്രാജ്യത്തിന്റെ ബിനാമി ചക്രവർത്തിയായി മാറി ഈ രാജാക്കണ്ണ്. കുറച്ച് സീൻസ് കഴിഞ്ഞപ്പോ രമാകാന്ത് റെഡ്ഡി എവിടെയോ എലിമിനേറ്റ് ആയി. RK ഗ്രൂപ്പ് രാജാക്കണ്ണ് ഗ്രൂപ്പായി. സാറേ, സ്ക്രിപ്റ്റ് ഇതുവരെയൊക്കെ ഓക്കെ അല്ലേ? അതിലെന്താ കുഴപ്പം? RK ഗ്രൂപ്പ് എന്ന് വെച്ചാൽ രാജാക്കണ്ണ് ഗ്രൂപ്പാണെന്ന് എല്ലാവർക്കും അറിയാം. ഇതിനാണോ ഞാൻ നിങ്ങൾക്ക് 1 കോടി തരേണ്ടത്? സാറ് ധൃതി വെക്കല്ലേ, കഥ ഇൻട്രോയിലല്ലേ ആയിട്ടുള്ളൂ. രമാകാന്ത് റെഡ്ഡി, വൈഫ് രാജലക്ഷ്മി, മകൾ ആരതി, നിന്റെ വളർത്തമ്മ പേച്ചിയമ്മ, ഇവരൊക്കെ എവിടെ വാനിഷായി? അത് ചോദിക്കാൻ നീ ആരടാ? சார்,
எங்களுக்கு எதுவும் தெரிய வேணாம். இவ்வளவு நேரம் கதையை பார்த்துட்டு இருக்க இவங்களுக்கு தெரியணும்ல. നിങ്ങളെല്ലാം അറിഞ്ഞു. ഞാനാ, നാലും ഞാനാ. തെളിവുണ്ടോ കയ്യിൽ? ஆர்கே, சாதாரணமா இந்த சிச்சுவேஷன்ல நீ பேசிட்டு இருக்கும்போது நான் போன்ல ரெக்கார்ட் பண்ணாலே அதுவே பெரிய எவிடன்ஸ். ஆனா இந்த சீன்ல அந்த மாதிரிலாம் எதுவும் இல்ல. രാജാക്കണ്ണേ, നീ ഒരു കാര്യം ചോദിക്കാൻ മറന്നു. ഇതൊക്കെ ഞങ്ങൾക്ക് എങ്ങനെ അറിയാം? അത് മച്ചാ സാറ് ടെൻഷൻ ഇരിക്കല്ലേ, അതുകൊണ്ടല്ലേ എന്താന്ന് ചോദിക്കാത്തത്. ഇതെന്തോന്ന് മേക്കപ്പ് ആടേത്? തൂത്തിട്ട് പോകുന്നില്ല, ഇളക്കാനും പറ്റുന്നില്ല. എന്റെ ടിഷ്യൂ പേപ്പർ ഉണ്ടോ? അതൊന്നും ഞാൻ എടുത്തില്ല. മച്ചാ, ഞാൻ എന്റെ ടാബ് അവിടെ വെച്ച് മറന്നടാ. നിന്റെ ഒരു കാര്യം മാറ്, ഞാൻ വണ്ടി എടുക്കാം. എങ്കടാ വെച്ച് തുളച്ച് നോക്കാം. നീ എവിടെയാ വെച്ചേ? ഇവിടെ ഞാൻ വെച്ചത്. എന്നിട്ട് എവിടെ കാണുന്നില്ലല്ലോ. ഏണ്ടാ വച്ചേ? നിന്റെ ഒരു കാര്യം. നീ അതിലേക്ക് എങ്കടാ പോയി തേട്ടത്? എനിക്കെന്താ ഓർമ്മയില്ല, ഞാൻ ഇവിടെ തന്നെ വെച്ചത്. എനിക്ക് ഉറപ്പാ. ചുമ്മാ നമ്പർ അടിക്കല്ലേ. ഞാൻ വിളിച്ചു നോക്കട്ടെ. ആരാ നീ? பாவாடா போல் எடுத்து கொடுறா. எடுத்து கொடுத்தா உன்னை சேர்த்துக்கிறோம். ரொம்ப கஷ்டப்பட்டோம். அந்த ராஜா கண்ணு தான் இந்த ആർക്കേങ്കരത കണ്ടുപിടിക്കുക. എവിടെടാ നായ? കൂൾ ഡൗൺ സാറേ, ഇപ്പൊ എങ്ങനെയാ? ഡീൽ ഓക്കെ അല്ലേ? പിന്നെ അല്ലാതെ നീ എന്തീ പറഞ്ഞേ? അല്ലെ പിന്നെ സാറ് വിടില്ലേ? ഡീൽ ഓക്കെ. നാളെ അതേ ബംഗ്ലാവിൽ. അപ്പൊ സാറ് ബംഗ്ലാവിലെത്തുന്നു, 1 കോടി ഞങ്ങൾക്ക് തരുന്നു, പാവാടയെ ഞങ്ങൾ വിട്ടു തരുന്നു. എടാ, പാവാട കാണുന്നില്ല. അവനിത് എവിടെ പോയതാ? എടി, അവൻ ആ ബാത്റൂമിൽ എങ്ങനെ ഉണ്ടാവും? ഞങ്ങൾ എല്ലായിടത്തും നോക്കി. ഏയ് വാ മച്ചാൻ, പോയി തേടി പോകാം.
പ്രൊഫസർ ഡോക്ടർ മെത്ത, സയന്റിസ്റ്റ്. സാറേ അത് ഞങ്ങളെ കൊണ്ട് പറ്റില്ല. ഐ ആം സോറി. എന്റെ കയ്യിൽ നിന്നും ക്യാഷ് വാങ്ങിക്കൊണ്ട് പോയപ്പോൾ ഓർക്കണമായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുമെന്ന്. ഒന്ന് വെച്ചിട്ട് പോടോ. சொல்லுங்க சார். നീയൊക്കെ വെറും അഹങ്കാരികളാ. നിന്റെ ഫ്രണ്ടില്ലേ അവൻ എന്റെ കോൾ കട്ട് ചെയ്തു. യുനോ சார் நான் கொஞ்சம் பிஸியா இருக்கேன், நான் கூப்பிடுறேன் சார். എനിക്ക് നിന്നോടൊക്കെ കുറച്ച് സംസാരിക്കാനുണ്ട്. சார் அப்புறம் பேசலாம் சார். നോ, ഐ വാണ്ട് ടു ടോക്ക് ടു യു റൈറ്റ് നൗ. யோ சொன்னா புரியாதா? லூசா நீ? வையா மாட்டியா? ഹലോ, എന്റെ ക്യാഷ് എപ്പോ കിട്ടും? എപ്പോ വേണേലും തരാം സാർ. കട്ടിയിലെ ഞാനൊരു സന്തോഷ വാർത്ത അറിയിക്കാനാ വിളിച്ചത്. സന്തോഷ വാർത്ത? താൻ ചാവാൻ പോണം. ഞാൻ അത്ര പെട്ടെന്ന് ചാവാനൊന്നും പോകുന്നില്ല. എന്താന്ന് വെച്ചാ പറഞ്ഞു തൊലക്ക്. എന്റെ പരീക്ഷണം ഞാനൊരു പന്നിയിലാക്കി. അതിന് പറ്റിയൊരു പന്നിയെ എനിക്ക് യാദൃച്ഛികമായി കിട്ടി. ഓക്കെ ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു. സാർ, പാവാട. പാവാട? വെയിറ്റ്. ഇത് മതിയോ? അല്പം പഴയതാ, തറ തുടയ്ക്കാനേ പറ്റും. വേറെ വേണോ? സാർ, ഞങ്ങളുടെ പാവാട. നിങ്ങളുടെ പാവാടയോ? ഏയ്, ഇതെന്റെ ഭാര്യയുടെ പാവാടയാണ്. സാർ നിങ്ങൾ പിടിച്ചോണ്ട് വന്ന ആളെ ഞങ്ങൾക്ക് തിരിച്ചു തരണം പ്ലീസ്. ഓ, ആ കുഴിപ്പന്നിയോ? അതെന്റെ പരീക്ഷണ പന്നിയാണ്, മൈ ഗിനി പിഗ്. അത് തരാൻ പറ്റില്ല. പ്ലീസ് സർ, പ്ലീസ് സർ, പാവാട ഞങ്ങൾക്ക് തരൂ പ്ലീസ് സർ. ഏയ്, തരാൻ പറ്റില്ല. ശരി ശരി ശരി, ഞാൻ വിട്ടുതരാം. പക്ഷെ എനിക്ക് എന്റെ ക്യാഷ് ഇപ്പോ തന്നെ കിട്ടണം. ക്യാഷ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, കൊടുക്കണം. നീയൊക്കെ അന്ന് കുടിച്ചു പറ്റിച്ച മദ്യത്തിന്റെ കാശ് നിന്റെ ഒക്കെ അപ്പം തരൂടാ. പെട്ടെന്നാട്ടെ, അവിടെ ഉണ്ട്, എടുത്തോണ്ട് പോ. സ്ഥലം കാലിയാക്ക്. ഗോഡി சாப்பிடு சாப்பிடு. ആർക്കനെ കാണുന്നില്ലല്ലോ. അയാളിനി വരാതിരിക്കും. വാ നോക്കാം. பெருமாள்டா. அந்த ஆர்கே நம்மளை ஏமாத்திட்டான்டா. அவன் துபாய் போயிட்டான். எனக்கு என் காசு கிடைக்கல, உங்களுக்காவது கிடைச்சதாடா? எனக்கு ஒண்ணுமே கிடைக்கலடா. എന്താടാ? എന്താ? ആർക്കെ നമ്മളെ ഏമാത്തിട്ട് ദുബായ് പോയിട്ടാണ്ടാ. പെരുമാൾ കള്ളം പറയാനായിരിക്കും. നീ ആർക്കനെ വിളിക്ക്. டேய், பெருமாள் சொன்னது உண்மைதான்டா. എടാ പാവാടാ. ആർക്ക് ഇവിടെ തന്നെ ഉണ്ട്. അവൻ എവിടെയും പോയിട്ടില്ല. വാ. ആർക്കേ ആർക്കേ വാ. ആർക്കേ ആർക്കേ
ആർക്കേ ആർക്കേ ആർക്കേ കാണുന്നില്ല. സർ അവനെ ഒന്നും ചെയ്യല്ലേ സർ. വാ മക്കളെ വാ, നിങ്ങളെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നേരെ കുറച്ചായി. ക്യാഷ് റെഡി. സർ ഞങ്ങൾക്ക് പണം ഒന്നും വേണ്ട സർ. അങ്ങനെ പറയല്ലേ, ഇന്നലെ നിങ്ങൾ സിനിമാ സ്റ്റൈലിൽ ഡയലോഗ് പറഞ്ഞിട്ടല്ലേ പോയത്. എനിക്ക് വേണമെങ്കിൽ ഇന്നലെ തന്നെ നിങ്ങളെ ഫിനിഷ് ചെയ്യായിരുന്നു. വേണ്ടാന്ന് വെച്ചു. പിന്നെ ഇവനെ തിരക്കി ഞാൻ നടക്കണം. ഇതാവുമ്പോ ക്ലിയർ. നിങ്ങൾ തന്നെ എന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഇട്ട് തന്നില്ലേ. നിങ്ങളെ ഞാൻ കൊല്ലാനൊന്നും പോകുന്നില്ല. പക്ഷെ ഇവനെ, ഇന്നലെ ഇവൻ പറഞ്ഞൊരു ഡയലോഗിൽ നിന്നാ ക്ലൈമാക്സ് ഇങ്ങനെയാവണമെന്ന് ഞാൻ തീരുമാനിച്ചത്. നീ എന്താ പറഞ്ഞേ? ഫോണിൽ റെക്കോർഡ് ചെയ്താൽ അത് വലിയ എവിഡൻസ് ആവുമല്ലോ. ശരിയാ, എവിടെ റെക്കോർഡ് ചെയ്താലും അതൊരു വലിയ എവിഡൻസ് ആണ്. മനസ്സിലായില്ല അല്ലേ? ഫോട്ടോഗ്രാഫ്സ് ഇവനും നിങ്ങൾ ചേർന്നുള്ളത്. നിങ്ങൾക്ക് ഇനിയും കാര്യം മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ വെറും മണ്ടന്മാരാ. ഇപ്പൊ ഞാനിവനെ കൊല്ലും. അത് ചെയ്തത് നിങ്ങളാണെന്ന് വരുത്തി തീർക്കും. ഈ ബംഗ്ലാവിൽ നിങ്ങൾ വന്നതിന് ഒരുപാട് സാക്ഷികളുണ്ട്, ഇവിടുത്തെ നാട്ടുകാർ, പിന്നെ നിങ്ങളുടെ ലൈഫ്. നിക്കട അവിടെ. ആദ്യം ഡയലോഗ്, പിന്നെ ഫൈറ്റ്. അത് അതിന്റെ ഒരു രീതി. ഇവന്മാരെ വെച്ച് ഈ ബംഗ്ലാവ് ഒരു പ്രേത ബംഗ്ലാവ് ആക്കാന്ന് ഞാൻ ആദ്യം വിചാരിച്ചത്. പിന്നെ വേണ്ടാന്ന് വെച്ചു. ഈ ഗുണ്ടകളായിട്ട് വരുന്നവർക്ക് ബുദ്ധി കുറവാ, ശക്തി കൂടുതലും. ഇപ്പൊ ക്ലിയർ ആയില്ലേ? വേഗം പോ.
മൂക്കിലെ നീയാലോലം പിഞ്ചിളം പദമായി മായാലോ. എന്നടാ എന്താ എന്താടാ മധുരൈ? അച്ഛാ വണ്ടി മധുരയ്ക്ക് വിട്. അഭിറാമി 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 மனதர் உணர்ந்து கொள்க இது மனதர் காதல் அல்லை 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 அதையும் தாண்டி புனிதமானது புனிதமானது அபிராமி 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 அபிராமி. മാട്ടുപൊങ്കലോ ഒരു പാട്ടിൻ മഞ്ചലോ ആ മാട്ടുപൊങ്കലോ പാട്ടിൻ മഞ്ചലോ കരളിൽ തുള്ളിത്തൂവും മഞ്ഞിൽ തുള്ളിയോ കളിച്ചിരി ചൊല്ലും തുമ്പി പെണ്ണിൻ ചന്തമോ പാടി പാടി കൂടാ ചന്ദ്രനെ ആട്ടക്കാരി പെണ്ണിൻ ചിഞ്ചിലവും മാട്ടുപൊങ്കലോ ഒരു പാട്ടിൻ മഞ്ചലോ. മഴവിൽ കുരുന്നേ മിഴിയിൽ കിളിങ്ങേ നിറയും മധുരമെന്നും ഓ ഇവിടെ ഇനി നാം തകിലടിത്താളം ഇടറിൽ ഒരിക്കലും വെറുതെ ഇടനെഞ്ചലിയും കതിരണി പാടം ഇരുളിൽ ഒരിക്കലും കരളെ ആ തപ്പു താളപ്പാട്ടുമൊത്തു കുത്തുവിളക്കൊന്നൊരുക്കി താലമേന്തി കാത്തു നിന്നുവോ ഓ മുന്നുടമാൾ കയ്യിലേന്തി ചാന്തു ചന്ദനങ്ങൾ പൂശി പൊന്നലുക്കുമേന്തി വന്നുവോ പാടി പാടി കൂടാ ചന്ദ്രനെ ആട്ടക്കാരി പെണ്ണിൻ ചിഞ്ചിലവും മാട്ടുപൊങ്കലോ ഒരു പാട്ടിൻ മഞ്ചലോ. പകലിൻ മലരെ കനവിൽ